നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കാസർകോട്ടെ പ്രവാസി വ്യവസായി അബ്ദുൽ ഗഫൂർ ഹാജിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾ അറസ്റ്റിലായെങ്കിലും അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. ഗഫൂർ ഹാജിയിൽ നിന്നും പ്രതികൾ തട്ടിയെടുത്ത 596 പവൻ സ്വർണത്തിൽ 92 പവൻ സ്വർണം മാത്രമാണ് ഇതുവരെയും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ള 504 പവൻ സ്വർണം എവിടെ? ഇതോടൊപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റു ചില നിർണായകമായ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. പ്രതികൾക്ക് ഉന്നത ബന്ധമെന്ന് തെളിയിക്കുന്നതാണ് പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങൾ. ഈ ഉന്നത ബന്ധമാണ് പ്രതികളുടെ അറസ്റ്റ് അടക്കം വൈകിപ്പിച്ചതെന്ന് ആക്ഷൻ കൗൺസിൽ ആരോപിക്കുന്നു. ഇവരുടെ ആഡംബര വസതിയിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സന്ദർശിക്കുന്ന ദൃശ്യങ്ങളും ആക്ഷൻ കൗൺസിൽ പുറത്തുവിട്ടു. കാസർഗോഡ് നിന്ന് KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, നേരത്തെ തന്നെ ഈ ആക്ഷൻ കൗൺസിൽ ഉന്നയിച്ച ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളിൽ ഒന്നായിരുന്നു പ്രതികളെ ഈ കേസുമായി ബന്ധപ്പെട്ട്, ഗഫൂർ ഹാജിയുടെ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ചില നീക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ 1.5 വർഷത്തോളം കേസിൻ്റെ അന്വേഷണം നീണ്ടുപോയത്. പ്രതികളെ അറസ്റ്റ് ചെയ്യാനൊക്കെ വൈകിയെന്ന ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ നേരത്തെ തന്നെ ആക്ഷൻ കൗൺസിൽ ഉന്നയിച്ചതാണ്. അത് ശരിവെക്കുന്നതാണോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ? ഈ ആരൊക്കെയാണ് പ്രതികൾക്ക് വേണ്ടി, പ്രതികളുടെ അറസ്റ്റ് ഉൾപ്പെടെ വൈകിപ്പിച്ചത് എന്ന് ആക്ഷൻ കൗൺസിൽ ഉന്നയിക്കുന്നത് ആരുടെയൊക്കെ പേരുകളാണ്? ടോമെ, ആക്ഷൻ കമ്മിറ്റി തുടക്കത്തിലെ തന്നെ ഈ കാര്യത്തിൽ ആക്ഷേപം ഉന്നയിച്ചിരുന്നു. അതായത് ഇവർക്ക് ഉന്നതതല ബന്ധമുണ്ട്. അതുകൊണ്ടാണ് 2023 ഏപ്രിൽ 14 നടന്ന ഒരു കൊലപാതകം 1.5 വർഷത്തിന് ശേഷം മാത്രമാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. തുടക്കത്തിൽ പോലീസ് അന്വേഷണത്തിൽ യാതൊരുവിധ തുമ്പും പോലീസിന് ലഭിച്ചിട്ടില്ല എന്നായിരുന്നു പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഇപ്പോൾ വിവാദമായിരിക്കുന്നത് AP അബ്ദുൾ മുസ്ലിയാർ കാന്തപുരം ഈ വീട് സന്ദർശിക്കുന്ന ആ ദൃശ്യങ്ങൾ തന്നെയാണ്. ഈ ജിന്നുമ്മയുടെ ഈ ആഡംബര വീട്ടിലേക്ക് AP അബൂബക്കർ മുസ്ലിയാർ എത്തുന്ന ആ ദൃശ്യം. ഇവരുടെ വീടിനകത്തൊക്കെ ഈ ഒരുപാട് അണികളൊപ്പമാണ് അവിടെ എത്തിയത്. പക്ഷേ ഇപ്പോൾ ഈ AP വിഭാഗം സംഘാടകർ പറയുന്നത് ഇവിടെ ഒരു പള്ളി ഉദ്ഘാടനത്തിന് വേണ്ടി എത്തിയപ്പോൾ ഇവരുടെ ഈ പ്രവർത്തകൻ പറഞ്ഞതിനനുസരിച്ച് ആ വീട്ടിലേക്ക് പോയി എന്നാണ്. പക്ഷേ ആക്ഷൻ കമ്മിറ്റി അപ്പോഴും പറയുന്നത് ഇത് മാത്രമല്ല, ഒരുപാട് ഉന്നതരുമായി ഇവർക്ക് ബന്ധമുണ്ട്, പലരും ഈ വീട്ടിൽ വന്നു പോകാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസ് ഇത്രത്തോളം വൈകിപ്പിക്കാൻ കാരണമെന്നാണ്. ഇതൊരു ഗഫൂർ ഹാജിയുടെ ഒരു പണം തട്ടിയ കേസ് മാത്രമല്ല, നമുക്കറിയാം ഹണി ട്രാപ്പിൽ ഉൾപ്പെട്ട അതായത് അത്തരത്തിലുള്ള ഒരു പ്രതിയുടെ വീട്ടിലാണ് ഇപ്പോൾ ഈ AP അബൂബക്കർ മുസ്ലിയാർ കാന്തപുരം അദ്ദേഹം വരുന്ന ആ ദൃശ്യമുള്ളത്. എന്തായാലും വലിയ വിവാദമായിട്ടുണ്ട് ഈ ദൃശ്യം പുറത്തു വന്നതോടുകൂടി. ആക്ഷൻ കമ്മിറ്റിയുടെ ആ ആരോപണം, തുടക്കത്തിലുള്ള ആരോപണം, അത് ബലപ്പെടുത്തുന്ന, ആ ആക്ഷേപം ബലപ്പെടുത്തുന്നതാണ് ഈ ദൃശ്യം. ഇതുപോലെ നിരവധി പേർ ഈ വീട്ടിലെത്തിയിട്ടുണ്ട്. ഒരു മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളിൽ നിന്നാണ് ഈ ജിന്നുമ്മ ഈ വീട് വാങ്ങിയത്. പിന്നീട് ലക്ഷങ്ങൾ ചിലവഴിച്ച് ഈ വീട്ടിനെ മോടി കൂട്ടുകയായിരുന്നു. ഇത്തരത്തിൽ ആഡംബര വീട്, നമുക്കറിയാം, അതിന് ചുറ്റും മതിലൊക്കെ കാണാം, വലിയ മതിലൊക്കെ കെട്ടി അതിനകത്ത് ആരെങ്കിലും എത്തിയാൽ പോലും മനസ്സിലാകാത്ത രീതിയിൽ അത്രത്തോളം വലിയ ഒരു വീട്ടിലാണ് ഈ സംഭവം നടന്നത്. മാത്രമല്ല ഇവിടെ നിന്നാണ് നിരവധി 5000-ലധികം ഏലസും അതുപോലെ തന്നെ മാന്ത്രിക തകിടും ഒക്കെ കണ്ടെത്തുന്ന സാഹചര്യമുണ്ട്. അതായത് ഈ വീട് കേന്ദ്രീകരിച്ചായിരുന്നു ഇവരുടെ സകല തട്ടിപ്പും നടന്നിരുന്നത്. ആ വീട്ടിലേക്കാണ് ഇത്തരത്തിലൊരു നേതാവ് എത്തുന്നതിന്റെ ദൃശ്യം ഇപ്പോൾ പുറത്തു വന്നത്. എന്തായാലും സംബന്ധിച്ച് ആത്മീയതയുടെ മറവിൽ, മന്ത്രവാദത്തിന്റെ മറവിൽ നിരവധി ആളുകളിൽ നിന്നും പണം തട്ടുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തികമായ നേട്ടം ഇവർ സ്വന്തമാക്കുന്നു. ഈ AP അബൂബക്കർ മുസ്ലിയാറുമായി ഏത് രീതിയിലുള്ളൊരു ബന്ധമായിരുന്നു? ഒരുപക്ഷേ ഈ മുസ്ലിയാർക്കും ഇവരുടെ ഈ തട്ടിപ്പ് രീതിയെക്കുറിച്ച് ഒരുപക്ഷെ അറിവില്ലായിരിക്കാം. ഇതിന് ശേഷം ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്ന ശേഷം AP വിഭാഗവുമായി ബന്ധപ്പെട്ട ആളുകളുടെ പ്രതികരണം പുറത്തു വന്നിട്ടുണ്ടോ? അവരെന്താണ് വിശദീകരിക്കുന്നത്? ഈ പ്രതികളുമായി, ഈ ജിന്നുമ്മ ഉൾപ്പെടെയുള്ള തട്ടിപ്പ് സംഘങ്ങളുമായി എങ്ങനെയുള്ളൊരു ബന്ധമായിരുന്നു? അങ്ങനെ ഒരു വലിയ വ്യക്തിബന്ധം ഉണ്ടായിരുന്നോ? ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിശദീകരണങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ ബൈജു?
കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് ഏതെങ്കിലും തരത്തിൽ ഇവരുടെ തട്ടിപ്പ് അറിയില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്ന ഒരു ആളുടെ വീട്ടിലേക്ക് ഒരു കാരണവശാലും അദ്ദേഹം വരില്ല. അതും പ്രത്യേകിച്ച് വലിയ ആൾക്കൂട്ടമൊക്കെ ഉണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. അദ്ദേഹം ഒരിക്കലും എത്തില്ല. എന്തായാലും AP വിഭാഗം ഇപ്പോൾ പറയുന്നത് അവിടെ ഒരു പള്ളി ഉദ്ഘാടനത്തിനായി അദ്ദേഹം എത്തിയതാണ്. അപ്പോൾ ഒരു പ്രവർത്തകൻ ഇത്തരത്തിൽ ഈ വീടൊന്ന് സന്ദർശിക്കണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഹ്രസ്വ സന്ദർശനം മാത്രമായിരുന്നു അതെന്നാണ് പറയുന്നത്. എന്തായാലും അപ്പോഴും ഈ ആക്ഷൻ കമ്മിറ്റി നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു ഒരു വലിയ ആരോപണം ഇവർക്ക് ഉന്നതരുമായി വലിയ ബന്ധമുണ്ട് എന്ന് തന്നെയാണ്. അത് കേസ് അട്ടിമറിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയതും ആ ഉന്നത ബന്ധം കൊണ്ട് തന്നെയാണ്. ഒരുപക്ഷെ ഈ അറസ്റ്റ് ഉൾപ്പെടെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുകൊണ്ട് മാത്രമായിരിക്കാം കൊലപാതക കേസ് ഉൾപ്പെടെ ഇവർക്ക് ചുമത്തിയതെന്നും ഈ ആക്ഷൻ കമ്മിറ്റി വിശ്വസിക്കുന്നുണ്ട്. അത്തരത്തിൽ ഇവരെ പ്രതികളെ പിടികൂടിയപ്പോഴും അതിൽ പല ഇടപെടലുകളും ഉണ്ടായി, മുകളിൽ നിന്നുള്ള വിളി ഉണ്ടായി എന്നൊക്കെ അറിയാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതൊരു ദൃശ്യം മാത്രമാണ് പുറത്തു വന്നത്. ഇത്തരത്തിൽ കൂടുതൽ പേർ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ആൾക്കാരൊക്കെ ഈ വീട്ടിലെത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ആളുകളുമായി ഇവർക്ക് ബന്ധമുണ്ടായിരുന്നു എന്നൊക്കെ ഈ ആക്ഷൻ കമ്മിറ്റി എന്തായാലും പറയുന്നുണ്ട്. ഏതായാലും AP അബൂബക്കർ മുസ്ലിയാർക്ക് ഇവരുടെ തട്ടിപ്പ് മനസ്സിലായിട്ടല്ല വീട്ടിലേക്ക് വന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ അപ്പോഴും ഒരു ജാഗ്രത കുറവ് ഉണ്ടായി എന്ന് പറയണം. കാരണം ഒരു കൊലപാതക കേസ് അതല്ലെങ്കിൽ ഒരു ഇത്തരത്തിൽ സ്വർണം ഇരട്ടിപ്പിക്കുന്ന കേസ് മാത്രമല്ല ഇവരുടെ പേരിലുള്ളത്. ഹണി ട്രാപ്പ് കേസിൽ ഉൾപ്പെട്ട ഒരു പ്രതിയാണ്. അതും 10 വർഷത്തിന് മുമ്പ് അതിന് ഹണി ട്രാപ്പിൽ ഉൾപ്പെട്ടതാണ്. അതിനുശേഷം ആണ് ഈ കാന്തപുരം മുസ്ലിയാർ ഈ വീട്ടിലേക്ക് സന്ദർശിക്കുന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും ഈ ദൃശ്യം ഇപ്പോൾ പുറത്തുവന്നതോടുകൂടി ഇവർ ഏതായാലും തീർച്ചയായും സ്വാഭാവികമായും ജാഗ്രത കുറവ് അവരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ടോ? ഈ രീതിയിൽ ഹണി ട്രാപ്പിലടക്കം കുടുങ്ങിയിട്ടുള്ള പ്രതികളായിട്ടുള്ള ജിന്നുമ്മയെ പോലെയുള്ള ആളുകളുടെ അടുത്ത് അദ്ദേഹം എത്തിയെങ്കിൽ അത് കൃത്യമായ വീഴ്ച ആരുടെ ഭാഗത്താണ് ഉണ്ടായത് ഇതുൾപ്പെടെ പരിശോധിക്കേണ്ട വിഷയമാണ്. ബൈജു, നേരത്തെ ആക്ഷൻ കൗൺസിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഗുരുതരമായിട്ടുള്ള ആരോപണം ഈ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി, കേസ് അട്ടിമറിക്കാൻ വേണ്ടി ചില ഉന്നതരുടെ ഫോൺ കോളൊക്കെ പോലീസിന് ചെന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ കേസിൻ്റെ അന്വേഷണം ഇത്രയധികം നീണ്ടതെന്നാണ്. അത് ആരൊക്കെ ആയിരിക്കാം ഈ പ്രതികൾക്ക് വേണ്ടി പോലീസ് ഉന്നതരെയൊക്കെ വിളിച്ചത്? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ ബൈജു? അക്കാര്യത്തിൽ ആരൊക്കെയാണെന്ന കാര്യത്തിൽ ആക്ഷൻ കമ്മിറ്റി ഇതുവരെ ഒരു ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല. പക്ഷേ അപ്പോഴും അത് ഈ പ്രത്യേക അന്വേഷണ സംഘം, നിലവിലുള്ള അന്വേഷണ സംഘം അത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിനാണ് ഈ 11 ദിവസം ഇവരെ ഈ ജിന്നുമ്മ ഉൾപ്പെടെ, ജിന്നുമ്മയുടെ ഭർത്താവ് ഉൾപ്പെടെ ഈ 4 പേരെയും കസ്റ്റഡി ആവശ്യപ്പെട്ട് ഈ കോടതിയെ സമീപിച്ചിരുന്നത്. പക്ഷേ 3 ദിവസം മാത്രമായിരുന്നു കസ്റ്റഡി കിട്ടിയിരുന്നത്. ഇന്നലെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞ് വീണ്ടും കോടതിയിൽ ഹാജരാക്കി ഇവരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് ഇത്തരത്തിലുള്ള ഇവരുടെ പിന്നിൽ ആരൊക്കെ ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു ചോദ്യം ചെയ്യൽ നടക്കേണ്ടതുണ്ട്. അത് ഇതുവരെ പോലീസിന് നടത്താൻ കഴിച്ചിട്ടില്ല കസ്റ്റഡി കാലാവധിയിൽ. കാരണം 92 പവൻ സ്വർണം വീണ്ടെടുക്കാനായി അതുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പും മറ്റു കാര്യങ്ങൾക്കുമായി ഈ 3 ദിവസം വേണ്ടി വന്നു. ഇനിയുള്ളത് ഇവരുടെ ഈ സംഘത്തിലെ പ്രധാനമായും ഈ സംഘത്തിൽ കൂടുതൽ പേരുണ്ട്. അവരാരൊക്കെയാണ്, ഇവർ ഏതെല്ലാം തരത്തിലുള്ള ഉന്നത ബന്ധങ്ങളുണ്ട്, അതൊക്കെ കണ്ടെത്തേണ്ടതുണ്ട്. ഏതായാലും അന്വേഷണ സംഘത്തിന്റെ പക്കൽ ഇതിന് സൂചനകളൊക്കെ ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇവരെ ഫോൺ കോൾ, കഴിഞ്ഞ ഒരു വർഷത്തെ മുഴുവൻ ഫോൺ കോൾ ഈ പ്രത്യേക അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. അതിൽ നിർണായക വിവരങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ കസ്റ്റഡിയിൽ വാങ്ങാനും ഇത്തരത്തിൽ ചോദ്യം ചെയ്യാനും ഒക്കെ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഈ കസ്റ്റഡി കാലാവധി ഇന്നലെ അവസാനിച്ച് ഇവരെ കോടതിയിൽ ഹാജരാക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും നാളെയോ മറ്റന്നാളോ കൂടി ഇവരെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങും. ഒരുപക്ഷെ 5 ദിവസത്തെ കസ്റ്റഡി ആയിരിക്കും ആവശ്യപ്പെടുക. ഇതിനിടയിൽ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു കൊലപാതകം മാത്രമാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. നിരന്തരം ഇവരെ ചോദ്യം ചെയ്തിട്ടും അതിനൊന്നും സഹകരിക്കാത്ത ഒരു സ്ത്രീയാണ് ഈ ജിന്നുമ്മ എന്ന് പറയുന്നത്. എന്തായാലും ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ കേസ് കണ്ടെത്താൻ സാധിച്ചത്. അപ്പോഴും ഈ 596 പവൻ സ്വർണ്ണാഭരണങ്ങളിൽ നിന്നും 92 പവൻ മാത്രമേ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളൂ. ബാക്കി വരുന്ന സ്വർണം കണ്ടെത്തുന്നത് സഹകരിച്ചിരുന്നില്ല. കഴിഞ്ഞ 3 ദിവസം പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിട്ടും ഈ സ്വർണം എവിടെയാണ് ഒളിപ്പിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലും ഇവർ പോലീസിനോട് വ്യക്തമായി തുറന്നു പറഞ്ഞുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഈ 504 പവൻ സ്വർണം എവിടെ ഉണ്ടെന്ന പോലീസിന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടാത്തതും. അങ്ങനെയെങ്കിൽ പോലീസ് ഇനിയും ഈ പ്രതികളെ ചോദ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കസ്റ്റഡി അപേക്ഷയുമായി കോടതിയെ സമീപിക്കുമോ? എന്താണ് അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം?
അന്വേഷണ ഉദ്യോഗസ്ഥരുമായി നമ്മൾ സംസാരിച്ചിരുന്നു. ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ നൽകുമെന്നാണ് പറഞ്ഞത്. കാരണം ഇനി ഇത് കേസ് വൈകുന്നത് അത്രത്തോളം ബുദ്ധിമുട്ടാണ്. ഈ സ്വർണം ഇവർ കാസർകോട്ടെ പല ജ്വല്ലറികളിൽ വിൽപ്പന നടത്തിയിട്ടുണ്ട്. അതുകൂടാതെ സഹകരണ സംഘത്തിൽ പണയം വെച്ചിട്ടുണ്ട്. ആ വസ്തുക്കളൊക്കെ കണ്ടെത്തേണ്ടത്. നേരത്തെ ചട്ടഞ്ചാലിനടുത്ത് ഒരു ബാങ്കിൽ 11 പവൻ ഇത്തരത്തിൽ ഇവർ പണയം വെച്ചിട്ടുണ്ട്. ആ സ്വർണം തിരിച്ചെടുക്കാനുള്ള നടപടിയും ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും 100 പവനോളം സ്വർണം മാത്രമേ ഇതിൽ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളൂ. എന്തായാലും ഈ സ്വർണം മുഴുവൻ കണ്ടെടുക്കാൻ സാധിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അന്വേഷണ സംഘമുള്ളത്. അതിനായി ഇവരെ വിശദമായ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതിനും അപ്പുറമാണ് ഈ ഉന്നത ബന്ധം എന്ന് പറയുന്നത്. ഇവർക്ക് ഏതെല്ലാം ആളുകളിൽ നിന്ന് സഹായം ലഭിച്ചിട്ടുണ്ട്, ഈ സംഘത്തിൽ മറ്റ് ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ അറിയേണ്ടതുണ്ട്. അതിനു കൂടിയാണ് ഈ 5 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഏതായാലും 5 ദിവസം കസ്റ്റഡി ലഭിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ നാളെയോ മറ്റന്നാളോടു കൂടി ഇവരെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങും. പ്രധാനമായും ഈ ജിന്നുമ്മയാണ് ചോദ്യം ചെയ്യേണ്ടത്. ജിന്നുമ്മയാണ് ഇതിന്റെ മുഖ്യ സൂത്രധാരക. അതോടൊപ്പം ഇവരുടെ ഭർത്താവും. ഇവർ രണ്ടുപേരും ചേർന്നാണ് ഇത്തരത്തിൽ വലിയ തട്ടിപ്പുകൾ നടത്തിയത്, കോടികൾ സമ്പാദിച്ചത്. ആ ആഡംബര വീട് തന്നെ ഇതിന് തെളിവാണ്. അത്രത്തോളം വലിയൊരു വീട്, ആ വീടിനകത്ത് ആണ് ഈ മന്ത്രവാദവും മറ്റു കാര്യങ്ങളെല്ലാം നടന്നിരുന്നത്. അതുകൂടാതെ ഈ സമ്പന്നന്മാരായതുകൊണ്ട് തന്നെ പലരും പരാതി നൽകാൻ തയ്യാറാകാത്തതും ഈ അന്വേഷണത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ പോലീസ് കാസർഗോഡ് വിവരങ്ങൾ നൽകിയത്. കാസർകോട്ടെ പ്രവാസി വ്യവസായി ഗഫൂർ ഹാജിയെ കൊലപ്പെടുത്തിയ കേസിലാണ് നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രതികൾക്ക് ഉന്നത ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് ന്യൂസ് 18 പുറത്തുവിട്ടിരിക്കുന്നത്. മാത്രമല്ല ഇനിയും ഈ പ്രതികളിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും ഇവരെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത് മറ്റൊരു വിഷയമാണ്. നടിയെ ആക്രമിച്ച കേസിൽ അന്തിമവാദം തുറന്ന കോടതിയിൽ വേണമെന്ന് അതിജീവിത. വിചാരണ നടക്കുന്ന എറണാകുളം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് അതിജീവിത ഹർജി നൽകിയത്. വിചാരണയുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ തെറ്റായ കാര്യങ്ങൾ പ്രചരിക്കുന്നുണ്ട്. വിചാരണയുടെ യഥാർത്ഥ വശങ്ങൾ പുറത്തുവരാൻ തുറന്ന കോടതിയിൽ അന്തിമവാദം നടത്തണമെന്നാണ് അതിജീവിത ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, അതിജീവിതയുടെ ആവശ്യം ഇന്ന് തന്നെ കോടതി പരിഗണിക്കുമോ? അങ്ങനെയെങ്കിൽ ഇത് തുറന്ന കോടതിയിലേക്ക് അന്തിമവാദം നീങ്ങാനുള്ള സാധ്യതയാണോ കാണുന്നത്? ടോം, അതിനുള്ള സാധ്യത അത് തീരുമാനിക്കേണ്ടത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തന്നെയാണ്. കാരണം കോടതിയിൽ ഇത്ര കാലം അത് ഇത്തരം കേസുകൾ എപ്പോഴും ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആണ് നടക്കാറുള്ളത്. അതായത് അടച്ചിട്ട മുറിയിലുള്ള വാദമാണ് നടക്കാറുള്ളത്. പക്ഷേ ഇക്കാര്യത്തിൽ അതിജീവിത തീരുമാനിച്ച അല്ലെങ്കിൽ അവരുടെ നിലപാടാണ് തൻ്റെ ഐഡന്റിറ്റി മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. അത് ലോകം അറിയട്ടെ എന്താണ് വാദം നടക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരമൊരു വിഷയത്തിൽ ഉള്ള വാദം എന്താണ്, അതിൻ്റെ പ്രൊസീജിയർ എന്താണ്, അതെങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ലോകം അറിയട്ടെ എന്നുള്ള ഒരു തീരുമാനം തന്നെ, അങ്ങനെ ഒരു നിലപാട് അവർ നേരത്തെയും സ്വീകരിച്ചിരുന്നു. കാരണം തൻ്റെ പേരിൽ തന്നെ അറിയട്ടെ, എനിക്ക് അതിജീവിത അല്ലെങ്കിൽ ഇര അല്ല അതിജീവിതയാണ്, അത് എൻ്റെ പേര് തന്നെ ഈ ഒരു കാര്യത്തിൽ ഉപയോഗിക്കുന്നതിൽ എനിക്ക് വിയോജിപ്പില്ല എന്ന് അവർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ്. നേരത്തെ അത്തരം പ്രസ്താവനകൾ അവർ നടത്തിയിട്ടുള്ളത്. അതേ നിലപാട് തന്നെ ഇതിലും ആവർത്തിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വാദത്തോടൊപ്പം തന്നെ, അതായത് മറ്റ് കോടതി പ്രൊസീജിയേഴ്സ് കഴിഞ്ഞ ശേഷമായിരിക്കും വാദ നടപടികൾ തുടരുക. അതോടൊപ്പം തന്നെ ഇന്ന് തന്നെ ഈ ഹർജി പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ടോം സൂചിപ്പിച്ചതുപോലെ ഇതിൽ ഈ കോടതി തീരുമാനമെടുക്കുമ്പോൾ ഇതിന് കുറെ നിയമസാധ്യതകൾ ഉണ്ടെങ്കിൽ പോലും, നിയമവശങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിന് സാധ്യത എന്ന് പറയുന്നത് കോടതിക്ക് തീരുമാനിക്കാം. ഇത് അനുവദിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം കോടതിക്ക് തീരുമാനിക്കാം. അതൊരു കേസിന്റെ പശ്ചാത്തലം അനുസരിച്ച്. കാരണം അതിജീവിത എന്ന് പറയുമ്പോൾ പോലും, അതിജീവിതം എന്നറിയപ്പെടുമ്പോൾ പോലും, അല്ലെങ്കിൽ നടി ആക്രമിക്കപ്പെട്ട കേസ് എന്നറിയപ്പെടുമ്പോഴും ഈ നടി ആരെന്ന് എന്നുള്ള ഐഡന്റിറ്റി നേരത്തെ തന്നെ അവർ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. മാത്രമല്ല ഈ കേസിന്റെ ആദ്യഘട്ടത്തിൽ, അതായത് 2017 ഫെബ്രുവരി 17 ഈ കേസ് ആദ്യമായി, ഈ ആക്രമണം ആദ്യമായി റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് ഇവർക്ക് നേരെയുള്ള ഒരു അക്രമം എന്നുള്ള അക്രമ സംഭവമായിട്ടായിരുന്നു റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. പിന്നീടാണ് ലൈംഗിക അതിക്രമമാണ് എന്ന് വ്യക്തമാവുകയും ആദ്യഘട്ടത്തിൽ അവരുടെ പേര് ഉപയോഗിച്ച് തന്നെയായിരുന്നു എല്ലാ മീഡിയയും ഈ വാർത്ത നൽകിയിരുന്നതും അങ്ങനെ തന്നെയായിരുന്നു. പിന്നീടാണ് അത് ഈ തരത്തിൽ ലൈംഗിക അതിക്രമത്തിലേക്ക് വരുന്ന ഒരു അത്തരം തെളിവുകൾ അല്ലെങ്കിൽ അത്തരം വ്യക്തത വരുന്നപ്പോഴാണ്, അതിനുശേഷമാണ് ഇര അല്ലെങ്കിൽ നടി എന്നുള്ളൊരു സാങ്കേതികത്വത്തിലേക്ക് മാറിയിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇതിന് പിന്നിലുള്ള അതിജീവിത ആരാണെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ ഈ ഒരു രഹസ്യ ഐഡന്റിറ്റിയുടെ ആവശ്യം തനിക്കില്ല. അതല്ലെങ്കിൽ മുൻപും ഇത്തരം ഒരു തുറന്ന വേദിയിൽ തന്നെ
ഈ ഒരു കാര്യം പറഞ്ഞതാണ്. അതായത് താൻ ഇരയല്ല, അതിജീവിതയാണ്, തൻ്റെ പേരിൽ തന്നെ ഇത് അറിയപ്പെടുന്നതിൽ തനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ആ ഒരു നിലപാട് തന്നെയാണ് ഇക്കാര്യത്തിലും അറിയിച്ചത്. മാത്രമല്ല ഇതിന്റെ പിന്നിൽ തനിക്കെതിരെ അനാവശ്യമായ പ്രചാരണങ്ങൾ തനിക്കെതിരെ നടക്കുന്നുണ്ട്, അക്കാര്യത്തിലും വ്യക്തത വേണം, അതുകൊണ്ട് തന്നെയാണ് തന്റെ പേര് ഉപയോഗിക്കട്ടെ. പക്ഷേ പോക്സോ കേസ് ഉൾപ്പെടെ ഇത്തരത്തിൽ ലൈംഗിക ഇവിടെ ഈ കേസിനെ അതിജീവിത ഈ രീതിയിൽ തുറന്ന കോടതിയിൽ വാദം വേണം എന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്തരം കേസുകളൊക്കെ നമുക്കറിയാം, ഇവിടെ അതിജീവിതയുടെ അല്ലെങ്കിൽ ഇരകളാകപ്പെടുന്നവരുടെ സ്വകാര്യത ലംഘിക്കപ്പെടാൻ പാടില്ല എന്ന നിബന്ധനകളൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ചില കേസുകളിലൊക്കെ നമുക്കറിയാം, ഈ സിനിമാ മേഖലയിലെ ലൈംഗിക അതിക്രമ കേസുകളുമായി ബന്ധപ്പെട്ട് പല നടിമാരും തങ്ങളുടെ മുഖം പൊതുജനങ്ങൾക്ക് മുന്നിൽ കാണിക്കാം, അങ്ങനെ ഒന്നും മറച്ചു വെക്കേണ്ടതില്ല, അങ്ങനെ തെറ്റായ പല പ്രചരണങ്ങളും തങ്ങൾക്കെതിരെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് പരസ്യമായി തന്നെ പ്രതികരണവുമായി രംഗത്തെത്തിയവരുണ്ട്. പക്ഷേ നമുക്ക് മാധ്യമങ്ങളെ ഉൾപ്പെടെ സംബന്ധിച്ച് അവരുടെ മുഖം കാണിക്കുന്നതിലൊക്കെ തടസ്സമുണ്ടായിരുന്നു, അവരുടെ സ്വകാര്യത ലംഘിക്കപ്പെടാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളൊക്കെ കോടതി പരിഗണിക്കാനുള്ള സാധ്യതയില്ലേ? തീർച്ചയായിട്ടും ടോം, കാരണം ഇപ്പോൾ ടോം സൂചിപ്പിച്ച ഒരു കാര്യം, ഇതൊരു ഇൻഡിവിജ്വലിന്റെ തീരുമാനമാണ്, അതൊരു വ്യക്തിയുടെ തീരുമാനമാണ്. എനിക്കതുമായി മുന്നോട്ട് പോകുന്നതിൽ പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ അതിനെ തടുക്കുന്ന ഒരു നിയമം നമുക്കുണ്ട്. കാരണം ഈ ടോം സൂചിപ്പിച്ച പോലെ നമ്മൾ ദൃശ്യങ്ങളിൽ 17 വയസ്സിന് താഴെയുള്ള അല്ലെങ്കിൽ കൗമാരപ്രായത്തിലെ കുട്ടികളുടെ ദൃശ്യങ്ങൾ കാണിക്കുമ്പോൾ നമ്മൾ ഹൈഡ് ചെയ്യാറുണ്ട്. അതല്ലെങ്കിൽ ഇരയുടെ പേര് വെളിപ്പെടുത്താത്ത തരത്തിൽ അല്ലെങ്കിൽ ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താത്ത തരത്തിൽ വാർത്തകൾ നൽകാറുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴും പോക്സോ കേസിലൊക്കെ തന്നെ അച്ഛൻ അല്ലെങ്കിൽ രണ്ടാനച്ഛൻ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളാൽ പീഡിപ്പിക്കപ്പെട്ട കുഞ്ഞുങ്ങളുടെയൊക്കെ ഐഡന്റിറ്റി വ്യക്തമാകാതിരിക്കാൻ വേണ്ടി പ്രതിയുടെ പേര് പോലും നമുക്ക് മറച്ചു വെക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. ഇത്തരം കേസുകളിലൊക്കെയും അത് കർശനമായ നിയമലംഘനമാണ് ശരിക്കും അങ്ങനെ ഒരു ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിൽ. പക്ഷെ ഇത് ഇര തന്നെ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം, പക്ഷെ അതൊരു പോക്സോ കേസിൽ ഇരയായ ഒരു പെൺകുട്ടി ആവശ്യപ്പെട്ടാൽ അത് നടപ്പിലാക്കാൻ നിയമ തടസ്സമുണ്ട്. ആ നിയമ തടസ്സങ്ങളൊക്കെ തന്നെ ഇതിന് ആകുമെന്ന് തന്നെയാണ് നിയമവിദഗ്ധർ പറയുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും ചിലരൊക്കെ അത്തരം ഒരു കാഴ്ചപ്പാടിനോട് സ്വാഗതാർഹമാണ് എന്ന് പറയുമ്പോഴും ഈ ഐഡന്റിറ്റി മറച്ചു വെക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ഐഡന്റിറ്റി വെളിപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം അത് സ്വാഗതാർഹമാണ്, അതിന് തർക്കമില്ല. കാരണം അവർ തന്നെ അത് വെളിപ്പെടുത്താൻ നേരത്തെ ഞാൻ സൂചിപ്പിച്ച സാഹചര്യങ്ങളിലൂടെ ഒക്കെ കടന്നുപോയ സ്ത്രീയാണ്. അതല്ലെങ്കിൽ ഈ സിനിമാ മേഖലയിൽ തന്നെ ഇപ്പം നമ്മൾ കാണുന്ന നാഴികക്കല്ലായുള്ള മാറ്റങ്ങൾക്ക് തുടക്കമിട്ട സ്ത്രീയാണ്. അതല്ലെങ്കിൽ അത്തരമൊരു സംഭവമാണ് ആ തുടക്കത്തിനൊക്കെ കാരണമായിട്ടുള്ളത്. അപ്പൊ ഇത്തരം കാരണങ്ങളും ഒക്കെ മുൻനിർത്തി ഇത് ഞാനാണ് അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ ഈ അതിജീവിതം ഞാനാണ് എന്നവർക്ക് വിളിച്ചു പറയാനുള്ള അനുമതി നൽകേണ്ടത് കോടതിയാണ്. അത് കോടതിയുടെ മുൻപിൽ ഈ പറഞ്ഞ സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ച് ഒരു പക്ഷേ അതിനെ കുറച്ചുകൂടി നിയമം ഇളവ് നൽകിയേക്കാം എന്ന് വേണം മനസ്സിലാക്കാൻ. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിന്റെ അന്തിമവാദം തുറന്ന കോടതിയിൽ വേണമെന്നാണ് അതിജീവിത കോടതിയിൽ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. മലപ്പുറം പൊന്നാനിയിൽ അടച്ചിട്ട വീട് കുത്തിത്തുറന്ന് 300 പവൻ സ്വർണം കവർന്ന കേസിൽ 3 പേർ അറസ്റ്റിൽ. പൊന്നാനി സ്വദേശികളായ സുഹൈൽ, നാസർ, പാലക്കാട് സ്വദേശി മനോജ് എന്നിവരാണ് പിടിയിലായത്. പിടിയിലായ പ്രതികൾ നിരവധി മോഷണക്കേസുകളടക്കം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ്. കേസിൽ കൂടുതൽ പേർ പിടിയിലാകുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. സുഹൈൽ 50-ലധികം മോഷണ കേസിലെ പ്രതിയാണ്. അയാളോടൊപ്പം നാസർ എന്ന് പറഞ്ഞ വ്യക്തി, അയാളുടെ പങ്ക് പൂർണ്ണമായിട്ടും ഓപ്പറേഷനിൽ ഉണ്ടോ എന്നുള്ളത് നമുക്ക് വെളിവാകാൻ സാധിച്ചിട്ടില്ല. ആളുടെ ഇൻവോൾവ്മെൻറ്റ് ഇൻ സെയിൽ ഓഫ് ദ പ്രൊസീഡ്സ്, അതിനുശേഷം ഇതിൻ്റെ സഹായ സഹകരണങ്ങളും ഗൂഢാലോചനയിലും ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്ന നാസർ. പിന്നീടുള്ളൊരു മനോജ് എന്ന് പറയുന്നത് മോഷണം മുതൽ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്ത വ്യക്തിയാണ്. 1100 ഗ്രാമോളമുള്ള സ്വർണവും 7.5 lakhs rupees അമൗണ്ടും 2 ഇലക്ട്രിക് സ്കൂട്ടറുകളുമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ സോഫാർ നമുക്ക് റിക്കവർ ചെയ്യാൻ കഴിയും. വിശദാംശങ്ങളുമായി മലപ്പുറത്ത് നിന്ന് CV അനുമോദി ചേരുന്നുണ്ട്. അനുമോദി, സമീപകാലത്ത് കണ്ണൂർ വളപട്ടണത്തെ വീട് കുത്തിത്തുറന്ന് വൻ കവർച്ച നടന്ന സംഭവം കഴിഞ്ഞാൽ കേരളത്തിൽ നടന്ന ഏറ്റവും കൂടുതൽ സ്വർണം നഷ്ടപ്പെട്ട ഒരു കവർച്ചാ കേസുകളിൽ ഒന്നാണ് ഈ മലപ്പുറം പൊന്നാനിയിൽ നടന്നത്. ഈ പ്രതികളെ 3 പേരെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ കേസിൽ എത്ര പ്രതികളുണ്ട് എന്നാണ് പോലീസ് നൽകുന്ന വിവരം? അനുമോദ്.
ടോം, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഏപ്രിൽ 13-നാണ് ഈ മോഷണം നടന്നിട്ടുള്ളത്. ആ സംഭവം കഴിഞ്ഞ് ഇത്രയും മാസങ്ങൾക്ക് ശേഷമാണ് പോലീസിന് പ്രതികളെ പിടികൂടാൻ സാധിച്ചിട്ടുള്ളത് എന്നാണ്. അതായത് കൃത്യമായിട്ടൊരു അന്വേഷണം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ വിശദമായി നടത്തിയതിന് ശേഷമാണ് പ്രതികളിലേക്ക് എത്തിയിട്ടുള്ളത്. പ്രതികൾ ഈ ഒരു മേഖലയിൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായിട്ടുള്ള സുഹൈൽ, അയാൾ പൊന്നാനി സ്വദേശിയാണ്. കാലങ്ങളായിട്ട് ഒരുപാട് മോഷണ കേസുകൾ നടത്തി പോലീസിന് തലവേദനയായിട്ടുള്ള ഒരാളാണ്. തെളിവുകളില്ലാതെ മോഷണം നടത്തുന്നതിൽ ഇയാൾ വിദഗ്ധനാണെന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെ ഉള്ള ഒരു വ്യക്തിയാണ് അതിലെ ഒന്നാം പ്രതിയായിട്ടുള്ളത്. രണ്ടാമത് അയാളുടെ കൂടെയുള്ളത് നാസർ, അയാളും പൊന്നാനി സ്വദേശിയാണ്. പാലക്കാട് സ്വദേശി മനോജാണ് ഈ കേസിൽ മൂന്നാമതായിട്ടുള്ള പ്രതി. ഇതിപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് നമുക്ക് ലഭിച്ച വിവരങ്ങൾ ഈ ഒരു 3 പേർ മാത്രമായിരിക്കില്ല ഈ ഒരു കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. കാരണം 300 പവനിലധികം സ്വർണം ആ വീട്ടിൽ നിന്ന് മോഷണം പോയിട്ടുണ്ട്. അതിലിപ്പോൾ വീണ്ടെടുത്തത് ഏകദേശം 1200 ഗ്രാം സ്വർണം മാത്രമാണ്. അപ്പോൾ ഇനിയും സ്വർണം കണ്ടെടുക്കേണ്ടതുണ്ട്. പിന്നെ 7.5 ലക്ഷം രൂപ, ഈ സ്വർണം വിറ്റതിൻ്റെ മൂല്യമായിട്ട് 7.5 ലക്ഷം രൂപയും കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും വീണ്ടെടുക്കാൻ ഒരുപാട് സ്വർണം ഉണ്ട് എന്ന് തന്നെ പോലീസ് പറയുന്നു. ഇതിൽ ഈ പ്രതികളെല്ലാം തന്നെ പഠിച്ച കള്ളന്മാരാണെന്ന് പോലീസ് പറയുമ്പോൾ അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുക പോലീസിനെ സംബന്ധിച്ച് വലിയ ദുഷ്കരമായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. സാധാരണ ഒരു കൊലക്കേസിലെ പ്രതിയിൽ നിന്നും വിവരങ്ങൾ എടുക്കുന്നത് പോലെ ഒരു സീസൺഡ് കള്ളനിൽ നിന്ന് വിവരങ്ങൾ കിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. കാരണം പഠിച്ച കള്ളൻ എന്ന് പറയുമ്പോൾ പോലീസിൻ്റെ എല്ലാ മുറകളും അതിജീവിക്കുവാനും പോലീസ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വഴിതെറ്റിച്ച് ഉത്തരം പറയുവാനും ഈ ഒരു മോഷണത്തിൽ കാലങ്ങളായിട്ട് പോലീസിൻ്റെ തലവേദനയും നാട്ടുകാർക്കും തലവേദനയായ ഒരു വ്യക്തിയായതുകൊണ്ട് തന്നെ ഇയാളിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ച് അറിയുക പോലീസിനെ സംബന്ധിച്ച് വലിയ പ്രയാസമുള്ള ഒരു കാര്യമാണ്. പക്ഷേ എന്നിട്ട് പോലും പോലീസ് ഈ ഒരു കേസിൽ വളരെ മുന്നേറി കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനമായത് ഈ പ്രതി പട്ടികയിലുള്ള സുഹൈൽ നേരത്തെ തന്നെ പോലീസിൻ്റെ സംശയത്തിൻ്റെ നേരിലായിരുന്നു. പക്ഷേ അയാൾക്കെതിരെ തെളിവുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. വലിയൊരു വീട്, അവിടെ CCTV അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല. CCTV DVR ആണ് ഇവർ ആദ്യം നശിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ദൃശ്യങ്ങളൊന്നും പുറത്തു വന്നിരുന്നില്ല. പിന്നീട് പോലീസ് ഈ സംശയത്തിൻ്റെ നിഴലിലുള്ളവരെ നിരീക്ഷിക്കാൻ തുടങ്ങി. സുഹൈൽ കാലങ്ങളായിട്ട് തൃശ്ശൂരും പാലക്കാടുമൊക്കെ നിരവധി മോഷണ കേസിലും ചെറിയ മോഷണ കേസിലൊക്കെ പ്രതിയായപ്പോൾ ഇയാളെ ജാമ്യത്തിലെടുത്തിരുന്നത് പാലക്കാട് സ്വദേശി മനോജാണ്. അപ്പോൾ ഒരു പരിചയവുമില്ലാത്ത മനോജ് തുടർച്ചയായിട്ട് ഇയാളെ ജാമ്യത്തിലെടുക്കുന്നത് പോലീസ് ശ്രദ്ധിച്ചു. എന്താണ് ഈ മനോജ് ഇയാളെ ജാമ്യത്തിലെടുക്കാൻ കാരണമെന്ന് പോലീസ് അന്വേഷിക്കുകയും അങ്ങനെ മനോജിനെ പോലീസ് കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് സ്വർണ്ണ വിൽപ്പനയാണ് ഇവരെ തമ്മിൽ അടുപ്പിച്ചിട്ടുള്ളത് എന്ന് പോലീസിന് മനസ്സിലാവുകയും അങ്ങനെ വ്യക്തമായ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് സുഹൈലിനെയും നാസറിനെയും പോലീസ് കസ്റ്റഡി എടുക്കുകയാണ്. അതാണ് കേസിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇത്രയും സ്വർണം വീണ്ടെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ കൂടുതൽ പേർ ഈ സ്വർണ്ണ വിൽപ്പന സംബന്ധിച്ച് കൂടുതൽ പേർ ഉൾപ്പെടാനുള്ളൊരു സാധ്യതയാണ് പോലീസ് കാണുന്നത്. കാരണം ഈ സംഭവം നടന്ന ഇത്രയും മാസങ്ങളായതുകൊണ്ട് തന്നെ ഈ എത്ര പേർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും എത്ര സ്വർണം വീണ്ടെടുക്കാൻ കഴിയുന്ന കാര്യത്തിലൊക്കെ അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്വർണം വിൽപ്പനയ്ക്ക് സഹായിച്ച ആളുകളെ കേന്ദ്രീകരിച്ചാണ് ഇനി ഈ പ്രതികളിൽ നിന്ന് ചോദ്യം ചെയ്ത് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണം പോലീസിന് മുന്നോട്ട് പോകുവാൻ. അതിൽ തന്നെ ഈ കവർച്ച സംബന്ധിച്ച് നേരിട്ട് പങ്കെടുത്തത് സുഹൈൽ നാസറുമാണ് എന്നാണ് പോലീസ് പറയുന്നത്. കൃത്യമായ ആസൂത്രണം നടത്തി ആണ് ഈ ഒരു മോഷണം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പ്രദേശവാസി എന്ന നിലയ്ക്ക് ആ ഒരു മേഖലയിലെ വീടുകളെക്കുറിച്ചും അവിടുത്തെ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ല കൃത്യമായ ആസൂത്രണമൊക്കെ ഈ കേസിൽ, ഈ കവർച്ചാ കേസിൽ ഉണ്ടായിരുന്നു. പോലീസ് ഏറെ പണിപ്പെട്ടാണ് പ്രതികളിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞത്. എങ്ങനെയാണ് ഈ വീട് നിരീക്ഷിച്ചത്? ഈ പ്രതികൾ എത്ര നാളത്തെ ഒരു ആസൂത്രണം ഈ കവർച്ചയ്ക്ക് പിന്നിലുണ്ടായിരുന്നു? ഇത്തരം കാര്യങ്ങൾ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പുറത്തു വന്നിട്ടുണ്ടോ അനുമോദ്? ടോം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം ജില്ലകളിൽ നിരവധി കേസുകളിൽ പ്രതിയാണ് സുഹൈൽ. ഇയാൾക്ക് 2 ഭാര്യമാരുണ്ട്, ഒന്ന് തൃശ്ശൂരിലും ഒന്ന് പൊന്നാനിയിലും. അപ്പോൾ ഇത് പൊന്നാനി കേന്ദ്രീകരിച്ച് ഇയാൾ കുറേ കാലമായിട്ട് താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ കൃത്യമായിട്ട് പ്രവാസിയായിട്ടുള്ള രാജീവിൻ്റെ വീട് ഇയാളുടെ ശ്രദ്ധയിൽപ്പെടുകയും നമുക്ക് ആ വീടിൻ്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം വലിയ ഒരു വീടാണ്. അവിടെ ആൾതാമസം ഇല്ലാത്ത സമയങ്ങൾ അത് മനസ്സിലാക്കി
കൃത്യമായിട്ട് അത്തരത്തിലൊരു പദ്ധതി ഇവർ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതേക്കുറിച്ച് ഈ കൂടുതൽ സഹായം എന്തെങ്കിലും ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യവും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പോലീസ് പറഞ്ഞത്. കാരണം മറ്റാരെങ്കിലും ഇയാൾക്ക് ഈ വിവരങ്ങൾ നൽകി സഹായിച്ചിട്ടുണ്ടോ, മറ്റാരെങ്കിലും ഇയാളെ ഈ ഒരു മോഷണത്തിന് സഹായിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം. ഗ്രിൽസ് പൊളിച്ചാണ് ഇയാൾ ഉൾക്കയറിയിട്ടുള്ളത്. കൃത്യമായിട്ട് ഗ്ലൗസ് ധരിച്ചുകൊണ്ടാണ് മോഷണം നടത്തിയിട്ടുള്ളത്. അതായത് വിരലടയാളം പോലും ഇവിടെ നിന്ന് ലഭിച്ചിട്ടില്ല. മാത്രമല്ല CCTVയുടെ DVR അത് ആദ്യം തന്നെ നശിപ്പിച്ചിട്ടുണ്ട്. പോലീസ് പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, അത് നമ്മൾ പ്രേക്ഷകർക്ക് കൂടി മനസ്സിലാക്കുവാൻ വേണ്ടി ഇവിടെ പങ്കുവെക്കുകയാണ്. എല്ലാവരും വലിയ സുരക്ഷാ സംവിധാനങ്ങളായിട്ട് CCTV ഒക്കെ നമ്മൾ വീടിൻ്റെ എല്ലായിടത്തും ഘടിപ്പിക്കും. പക്ഷേ അതിൻ്റെ DVR അത് എല്ലാവരും കാണുന്ന തരത്തിൽ അത്ര സുരക്ഷിതമല്ലാത്ത രീതിയിൽ എവിടെയെങ്കിലും വെക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ആദ്യം നശിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ പോലീസ് പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യം, ഇത്രയും സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്ന ആളുകൾ ഇതിൻ്റെ DVR സാധാരണ ആളുകളുടെ കണ്ണിൽ പെടാത്ത രീതിയിൽ എവിടെയെങ്കിലും വേണം വെക്കുവാൻ എന്നൊരു നിർദ്ദേശം അത് പോലീസിന്റെ ഭാഗത്തുനിന്നും വരുന്നത് തന്നെയാണ്. പോലീസ് ആ രീതിയിലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം പൊതുജനങ്ങൾക്ക് നൽകുന്നുണ്ട്. CCTVകളും ഇതുപോലുള്ള സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് ഈ മോഷ്ടാക്കളുടെ കവർച്ചാ സംഘങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടാതെ സൂക്ഷിക്കണം. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട തെളിവാണ് CV അനുമോദ് ഇപ്പോൾ പുറത്തുവിട്ട ഈ വാർത്തയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. പൊന്നാനിയിൽ അടച്ചിട്ട വീട് കുത്തിത്തുറന്ന് 300 പവൻ സ്വർണ്ണമായിരുന്നു കവർന്നത്. ഈ കേസിൽ 3 പ്രതികളെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. സ്പോട്ട് ലൈവ് തുടരുന്നു. കോഴിക്കോട് ലോ കോളേജിലെ KSU SFI സംഘർഷവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത്. ലോ കോളേജിൽ KSU പ്രവർത്തകരെ മർദ്ദിച്ച SFI പ്രവർത്തകർക്കെതിരെ കോളേജ് നടപടി സ്വീകരിക്കുന്നു. യൂണിയൻ ഭാരവാഹി ഋദ്വിക്ക് SFI പ്രവർത്തകൻ ആസിഫ് എന്നിവരെ സസ്പെൻഡ് ചെയ്തു. KSU പ്രവർത്തകരുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്നാണ് തീരുമാനം. വിശദാംശങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു കോഴിക്കോട് നിന്ന്. അനീഷ്, വലിയ പ്രതിഷേധം KSUവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതാണ്. ഇപ്പോൾ കോളേജ് ഈ 2 വിദ്യാർത്ഥികളെയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. പോലീസിന്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകുമോ? ടോമോ, ഇന്ന് പുലർച്ചെ മുതൽ നടന്ന സംഭവവാസങ്ങളാണ് ഇപ്പോൾ വീണ്ടും സംഘർഷത്തിലേക്കും വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലേക്കുമൊക്കെ കലാശിരിക്കുന്നത്. ഇന്നലെ പുലർച്ചെ KSU പ്രവർത്തകരായ 2 പേരെ പുലർച്ചെ 1:30 കോളേജ് ക്യാമ്പസിൽ വെച്ച് SFI പ്രവർത്തകർ മർദ്ദിച്ചു എന്നാണ് പരാതി വരുന്നത്. ഇത് സംബന്ധിച്ച വീഡിയോയും KSU പ്രവർത്തകർ പുറത്തുവിട്ട് ഇന്ന് കോളേജിലെ യൂണിയൻ ഉദ്ഘാടനം നടക്കാനിരിക്കുകയായിരുന്നു. സച്ചിൻ ദേവ് MLA ആണ് ആ യൂണിയൻ ഉദ്ഘാടനം നിർവഹിക്കാനിരിക്കുകയും ചെയ്ത് ഇതിന്റെ ഭാഗമായി പ്രചാരണ സാമഗ്രികളും മറ്റും ക്യാമ്പസിൽ സ്ഥാപിക്കുകയായിരുന്നു തങ്ങളെന്നാണ് SFI പ്രവർത്തകർ പറയുന്നത്. ഈ സമയമാണ് KSU പ്രവർത്തകർ അർദ്ധരാത്രിയോടുകൂടി ക്യാമ്പസിൽ എത്തുകയും പരസ്പരം വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്ത് തങ്ങൾ ഈ കരോൾ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് പുലർച്ചെ 1:30 ക്യാമ്പസിൽ എത്തിയതെന്നാണ് KSU പ്രവർത്തകരും പറയുന്നത്. എന്തായാലും ഇരു കൂട്ടരും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും അത് സംഘർഷത്തിൽ കലാശിക്കുകയുമായിരുന്നു. അതിൽ യൂണിയൻ ജനറൽ സെക്രട്ടറിയായ ഋത്വിക്കിന്റെ നേതൃത്വത്തിലാണ് ഈ SFI പ്രവർത്തകർ തങ്ങളെ മർദ്ദിച്ചതെന്നാണ് KSU ആരോപിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ന് യൂണിയൻ ഉദ്ഘാടനം നടക്കുമ്പോൾ ഈ ജനറൽ സെക്രട്ടറിയെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്നതിന് നേതൃത്വം നൽകിയ ജനറൽ സെക്രട്ടറിയെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇന്നത്തെ യൂണിയൻ ഉദ്ഘാടനം നടത്താൻ അനുവദിക്കില്ല എന്ന് KSU പ്രവർത്തകർ പറയുകയും രാവിലെ മുതൽ തന്നെ പ്രിൻസിപ്പലിന്റെ ഓഫീസ് ഉപരോധിക്കുകയുമായിരുന്നു. ഇതേ തുടർന്ന് അടിയന്തരമായി സ്റ്റാഫ് കൗൺസിൽ മീറ്റിംഗ് ചേരുകയും ഈ 2 പ്രവർത്തകരെ, ഈ യൂണിയൻ ജനറൽ സെക്രട്ടറിയായ ഋത്വികിനെയും SFI പ്രവർത്തകനായ ആസിഫ് എന്ന വിദ്യാർത്ഥിയെയും കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. ഇക്കാര്യം KSU പ്രവർത്തകരെ അറിയിക്കുകയും സമരം അവസാനിപ്പിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഈ SFI പ്രവർത്തകരെക്കെതിരെ നടപടിയെടുത്തത് അകാരണമെന്ന് ചൂണ്ടിക്കാട്ടി വീണ്ടും SFI പ്രവർത്തകർ പ്രിൻസിപ്പൽ ഓഫീസിനകത്തേക്ക് കയറുകയും അവിടെ പ്രിൻസിപ്പളുമായി വാക്കേറ്റം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തു. ഈ സമയം KSU പ്രവർത്തകരും അവിടേക്ക് എത്തുകയും ഇരുപക്ഷവും തമ്മിൽ വീണ്ടും കയ്യേറ്റവും കയ്യാങ്കളിയും നടക്കുകയും ചെയ്തു. പോലീസിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഈ കയ്യാങ്കളി ഉണ്ടായത്. പോലീസ് ഇരു പ്രവർത്തകരെയും പിന്നീട് അവിടെ നിന്നും മാറ്റുകയും ചെയ്തു. ഇപ്പോഴും ഒരു സംഘർഷാവസ്ഥ ക്യാമ്പസിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയുണ്ട്. കാരണം ഒരു വശത്ത് KSU പ്രവർത്തകരും മറുവശത്ത് SFI പ്രവർത്തകരും നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ പോലീസുമുണ്ട്. വ്യക്തമാണ്. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് ലോ കോളേജിൽ KSU പ്രവർത്തകരെ മർദ്ദിച്ച SFI പ്രവർത്തകർക്കെതിരെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. കൊച്ചി നഗരത്തെ ഒരു കാലത്ത് വിറപ്പിച്ച ഗുണ്ടാ തലവനാണ് തമ്മനം ഷാജി. 90കളിലും 2000ന്റെ തുടക്കത്തിലും ഗുണ്ടാ കൊട്ടേഷൻ ഇടപാടുമായി കഴിഞ്ഞിരുന്ന ഷാജി ഇപ്പോൾ എവിടെയാണെന്ന് പലരും ചോദിക്കാറുണ്ട്.
ഇടയ്ക്ക് രാഷ്ട്രീയത്തിൽ ചെറിയ പരീക്ഷണം നടത്തിയെങ്കിലും പിന്നീട് ആത്മീയ ജീവിതത്തിലേക്ക് വഴിമാറിയെന്നായിരുന്നു കേട്ടറിവ്. എന്നാൽ ഇപ്പോൾ തമ്മന ഷാജിയുടെ പുതിയ രൂപവും പാട്ടും നൃത്തവും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ന്യൂസ് 18 തമ്മനം ഷാജിയെ തേടിയെത്തി. ഈ പാട്ടിനെക്കുറിച്ചും നൃത്തത്തെക്കുറിച്ചും അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. ഈ ഗുണ്ടാ ഇടപാടിൽ നിന്നും ആത്മീയ ജീവിതത്തിലേക്ക് മാറിയ കാര്യങ്ങൾ ഉൾപ്പെടെ തുറന്നു പറയുകയാണ് തമ്മനം ഷാജി. ഇടവേളയ്ക്ക് ശേഷം കാണാം. നടി ആക്രമിച്ചു. ഒരു കാലത്ത് കൊച്ചിയെ വിറപ്പിച്ച ഗുണ്ടാ തലവൻ തമ്മനം ഷാജി എന്ന പേര് കേട്ടാൽ തന്നെ ഈ നാട് നടുങ്ങിയിരുന്നൊരു കാലമുണ്ട്. എന്നാൽ കഴിഞ്ഞ 10-15 വർഷമായി തമ്മനം ഷാജിയെക്കുറിച്ച് കേട്ടറിവ് പോലും ഉണ്ടായിരുന്നില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തരംഗമാണ് തമ്മനം ഷാജിയുടെ പാട്ടും ഡാൻസും. ഇതോടെയാണ് തമ്മനം ഷാജി വീണ്ടും വാർത്തകളിൽ ഇടം നേടിയിരിക്കുന്നത്. തമ്മനം ഷാജി തന്നെ ഇപ്പോൾ ന്യൂസ് 18 ചേരുന്നുണ്ട്. നമസ്കാരം. താങ്കളുടെ പാട്ടും ഡാൻസും വല്ലാണ്ടങ്ങ് ആഘോഷിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ തരംഗമായിരിക്കുകയാണ്. അതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണ്? ഏത് സാഹചര്യത്തിൽ അങ്ങനെ ഡാൻസും പാട്ടും കളിക്കാനുള്ളൊരു സാഹചര്യം എന്താണ്? മകളുടെ കല്യാണത്തിൻ്റെ പ്രോഗ്രാമിനോടനുബന്ധിച്ചൊരു സൂഫി കവാലി. ഇപ്പോൾ കവാലിയിൽ സൂഫി ഡാൻസും ഉണ്ട്. അതിൻ്റെ പരിമിതപരമായ ഡാൻസ്, അല്ലാതെ ഓവറായിട്ട് അങ്ങനെയൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു കാര്യം. പിന്നെ മകളുടെ കല്യാണം ഏതൊരാൾക്കും സ്വന്തം മകളുടെ എനിക്കൊരു മകളേ ഉള്ളു. വിവാഹം എന്ന് പറഞ്ഞാൽ സന്തോഷമുള്ള കാര്യമാണല്ലോ. അപ്പം അങ്ങനെ ഉണ്ടായ പശ്ചാത്തലമാണത്. ഇപ്പോൾ ജീവിതം എങ്ങനെയാ? ജീവിതം ഇപ്പം നല്ല ഇതുപോലെ ആഘോഷമാണ് ഈ പാട്ടും ഡാൻസൊക്കെ പോലെ? അല്ല, അങ്ങനെയല്ല. പാട്ടൊക്കെ ഉണ്ട്, ഡാൻസ് ഒന്നുമില്ല. പാട്ടൊക്കെ പാടാറുണ്ട്. അയാൾ സൂഫിസത്തിൽ ഇതൊക്കെ ഉണ്ട്. ഞാനൊരു ഗുരുവിനായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ പോകുന്ന ആളാണ്, ആത്മീയ ഗുരുവായിട്ട്. അത് 27 കൊല്ലമായിട്ട് കോഴിക്കോടുള്ള ഒരു ആത്മീയ ഗുരുവായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ആ ഗുരുവിന്റെ നിർദ്ദേശത്തിൽ ജീവിക്കുന്ന ആളാണ്. അതായത് ഈ ക്രിമിനൽ പ്രവർത്തനങ്ങളൊക്കെ നിർത്തിയിട്ട് ക്രിമിനൽ പ്രവർത്തനം നിർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യകാലത്തൊന്നും നമുക്ക് ഇതിൽ നിന്ന് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഒഴിഞ്ഞു മാറാനൊന്നും പറ്റില്ല. ഒരുപാട് കേസുകൾ. പിന്നെ എപ്പോഴും ഈ പോലീസുകാർ ഇങ്ങനെ പോയി നിരന്തരം മറ്റുള്ളവരുടെ വിഷയങ്ങളും നമ്മുടെ കൂടെ നടക്കുന്നവരുടെ വിഷയങ്ങൾ നമ്മളിലേക്ക് വരും. പിന്നെ ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ തമ്മനം ഷാജിയുടെ പേര് പറയും. അതിനൊരു ഉദാഹരണമാണ് ഉണ്ണിത്താനും ശരത്ചന്ദ്ര പ്രസാദിൻ്റെയും രാജ്മോഹൻ ഉണ്ണിത്താൻ്റെയും മുണ്ടുരിഞ്ഞ ഒരു വിഷയമുണ്ടായി സെക്രട്ടേറിയറ്റിൽ, അവിടെ തിരുവനന്തപുരത്ത്. അത് കൊച്ചിയിലുള്ള ആളുകളാണ് പോയത്. കൊച്ചി ഇവിടെ എറണാകുളം ആൾക്കാർ തന്നെ പറഞ്ഞത് തമ്മനം ഷാജിയുടെ ആൾക്കാരാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ സമയത്ത് ന്യൂസൊക്കെ അങ്ങനെയായിരുന്നു. പിന്നെ ഞാൻ ആ സമയത്ത് തന്നെ അന്ന് ജോൺ ബ്രിട്ടാസ് അന്ന് എന്നെ ഇൻ്റർവ്യൂ ചെയ്തായിരുന്നു. അന്ന് ഏഷ്യാനെറ്റിലാണെന്ന് തോന്നുന്നു ജോൺ ബ്രിട്ടാസ്. അങ്ങനെ ഇൻ്റർവ്യൂവിലൂടെ തന്നെ ഞാനത് ക്ലിയർ ചെയ്തത്. അല്ലെങ്കിൽ എന്നെ പ്രതിയാക്കും അതിൽ. എറണാകുളത്ത് നിന്ന് അപ്പോൾ എറണാകുളത്തുനിന്ന് മറ്റൊരു ജില്ലയിൽ ആരെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ അറിയപ്പെടുന്ന ഒരു പേരാണല്ലോ, അതങ്ങോട്ട് പറയും തമ്മനം ഷാജിയുടെ ആളാണെന്ന് പറയും. പിന്നെ ഇവിടെ ഇപ്പം ഇവിടെ ഇപ്പോഴും എന്ത് കാര്യം, എന്ത് ക്രിമിനൽ പ്രവർത്തനവും മറ്റുള്ള കാര്യം. ഇപ്പം ക്രിമിനൽ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ തല്ലലും വെട്ടലും കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടോമിന് ഒരാളോട് ദേഷ്യം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞ് എനിക്ക് അതിനുള്ള സാമ്പത്തികം എക്കോണമിക്ക് തന്നിട്ടാണ് ഞാൻ ചെയ്യുന്നത്, അല്ലേ? അതാണ് കൊട്ടേഷൻ. അല്ലാതെ വെറുതെ എന്തെങ്കിലും വിഷയം വൈരാഗ്യത്തിൻ്റെ ഓർത്തുണ്ടാകുന്ന കൊട്ടേഷനല്ല. അതുമാത്രമല്ല, ഇവിടെ നമ്പർ 2 ഇടപാടുകൾ മയക്കുമരുന്നായാലും പിന്നെ മസാജിങ് പാർലർ ഇപ്പം മുട്ടിനുണ്ട്, ഒന്നിനും ലൈസൻസ് ഒന്നുമില്ല. അങ്ങനെ പല കാര്യങ്ങളും എറണാകുളത്തു നിന്നല്ല കേരളത്തിൽ മൊത്തം ഉണ്ട്, ഇന്ത്യയിൽ മൊത്തം ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇവിടെ ഇപ്പോൾ കൂടുതലായിട്ടുണ്ട് മയക്കുമരുന്ന്. എന്തെങ്കിലും കാര്യങ്ങൾക്ക് എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാവും നമ്മുടെയൊക്കെ പേര് പറയും. പിന്നെ ഈ അടുത്ത് ഇപ്പോൾ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ 1 കൊല്ലോ 2 കൊല്ലോ ആയി തോന്നാം, ഒരു മസാജിങ് പാർലർ ഇവിടെ തല്ലിപ്പൊളിച്ച്. അത് ഗുണ്ടാപ്പിരി കൊടുക്കാണ്ട അവന്മാർ എൻ്റെ ആളുകളാന്ന് പറഞ്ഞു. അപ്പോൾ പോലീസ് ബന്ധപ്പെട്ടു, ഞാൻ പോയി സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. അവരന്വേഷിച്ചു, നമ്മളായിട്ടൊരു ബന്ധവുമില്ല. അപ്പോൾ ഈ പോലീസ് അന്വേഷിച്ചു. നമ്മളോട് വല്ല ദേഷ്യമുള്ള പോലീസുകാരാണെങ്കിൽ, ഒരു മുൻവിരോധമുള്ള ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ നമ്മളെ പ്രതിയാക്കും. നന്നാകാനും തീരുമാനിക്കുമല്ലോ പോലീസ്. അല്ല, അങ്ങനെയല്ല. പോലീസിൽ മാത്രമല്ലല്ലോ, എല്ലാത്തിലും ഉണ്ടല്ലോ നല്ലവരും ചീത്തവരും. എനിക്ക് പോലീസിൽ ഒരുപാട് ആളുകൾ അറിയാം. ADGP, ഇപ്പോഴത്തെ ADGP വിജയൻ സാറ്, ബെഹ്റ സാർ എന്നെ അറസ്റ്റ് ചെയ്താ. ഇപ്പോൾ DGP ആയി. അദ്ദേഹം
റിട്ടയർഡായി. അദ്ദേഹം ഇവിടെ CP ആയിട്ട് വരുമ്പോൾ 94 എന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അന്ന് എനിക്ക് കേസുള്ളത്. അന്ന് ഞാൻ ഗുരുവിൻ്റെ അടുത്തൊന്നും എത്തിയിട്ടില്ല. ഞാൻ 97 ഗുരുവിൻ്റെ അടുത്ത് എത്തുന്നത്. ആ സമയത്തൊക്കെ എനിക്ക് ഒരുപാട് ഇവിടെ തമ്മനത്ത് ഈ മറ്റേ ജനജാഗ്രത എന്നും പറഞ്ഞിട്ട് അവിടെ ഈ ഫൈസലും നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്തില്ലേ, ഫൈസലിൻ്റെ വിഷയം. ഫൈസൽ ശരിക്കും ചെറുപ്പമാണ്. അന്ന് ഫൈസലിനെ കാണാൻ വന്ന പുറത്തുനിന്ന് വന്ന 2 ആളുകൾ ഇപ്പോൾ ടോമിൻ്റെ നാട്ടിൽ വന്നിട്ട് രാത്രി ഒരാൾ 2 പേരെ കണ്ടു കഴിയുമ്പോൾ ആ സമയത്ത് കാണുമ്പോൾ ആരായാലും നാട്ടുകാർ ചോദിക്കും എന്താ ഇവിടെ പരിപാടി എന്ന് ചോദിച്ചപ്പോൾ ഇവർ വാളെടുത്ത് വെട്ടി. 1-2 പറഞ്ഞ് വെട്ടിയപ്പോൾ അവിടെ ജനങ്ങളൊക്കെ കൂടി സംഘടിച്ചു. ഇങ്ങനെ ഫൈസലിനെ കാണാൻ വന്നവരാണ്. അപ്പോൾ ഫൈസലിനെ അങ്ങനെ ആക്കി. ഫൈസൽ ജോസഫ് എന്നാണ് അവൻ്റെ പേര്. പിന്നെ എളുപ്പത്തിൽ ഫൈസൽ എന്ന് പറയണതല്ലേ. ഇവിടെ ജനിച്ചു വളർന്ന അവൻ്റെ അപ്പച്ചനും ഇവിടുത്തുകാരനാണ്, എല്ലാവരും ഇവിടുത്തുകാരൻ. അന്നിപ്പോൾ അങ്ങനെ കുറേ ആളുകളൊക്കെ അവൻ്റെ അപ്പൻ്റെ പൈസ കണ്ടിട്ട് അവൻ്റെ ഒപ്പം കൂടി. ഞാൻ എൻ്റെ നാട്ടിലെ ജനങ്ങളുടെ കൂടെ നിന്ന് എന്ന് പറഞ്ഞാൽ തമ്മനത്തുള്ള ജനങ്ങൾക്ക് പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല. സാധാരണക്കാരല്ലേ നമ്മളെ പോലെ എല്ലാവരും. ഒരു നാട്ടിലിപ്പോൾ ഒരു ഷാജി ഉണ്ടെങ്കിൽ എല്ലാവരും തല്ലുകൊടുത്തക്കാരോ. മേഖലയായി പിന്നെ 2 എപ്പോഴും പോലീസ് സ്ട്രെങ്ത് ആയിരുന്നു. വലിയ വണ്ടിക്ക് എന്തെന്നാ പറയുന്നത്, പോലീസ് വണ്ടിക്ക് ലാത്തി ചാർജിന്. ആ വണ്ടി എപ്പോഴും അന്ന് ബെസ്റ്റ് ബേക്കറി ഇരിക്കുന്ന സ്ഥലം അന്ന് കാലിയ, അവിടെ വണ്ടി കൊണ്ടുവന്നിരുന്നു. ആ വണ്ടിയിൽ ഡ്യൂട്ടിക്കുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ബസ് സ്റ്റോപ്പിൽ പെണ്ണുങ്ങൾ ബസ് കയറാൻ വന്ന് സ്നേഹിച്ച് കല്യാണം വരെയും കഴിച്ച്. അപ്പോൾ എത്ര നാളവിടെ പോലീസുകാരുണ്ടായി. തമ്മനത്തേക്ക് ഒരാളും വരില്ല. ഒരു വീടോ എന്തെങ്കിലും ഒരു കാര്യത്തിനും തമ്മനത്തേക്ക് അത്ര പേടിയായിരുന്നു ആ സമയത്ത്. അതല്ല തമ്മന ഷാജി ഉണ്ടല്ലോ, ഉണ്ട്. ആ സമയത്തൊക്കെ ഞാൻ ഗുരുവിൻ്റെ അടുത്ത് എത്തിയതാ. ആ സമയത്താണ് ശരിക്കും എത്തുന്നത്. അന്ന് PJ മാനുവലാണ്. ഈ ആദ്യം എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ടായി, കോൺഗ്രസ്, BJP, മറ്റേ നമ്മുടെ CPMൻ്റെ ആളുകൾ എല്ലാവരും ഉണ്ടായി. പിന്നീട് ഇത് ഫോളോ ചെയ്ത് പോകാൻ ഈ PJ മാനുവൽ അഡ്വക്കേറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, പോരാട്ടത്തിൻ്റെ പ്രവർത്തകൻ. അദ്ദേഹത്തിന് ഇവർ പ്രശ്നം തീർക്കാമെന്നും പറഞ്ഞ് പുന്നുരുന്തിയിൽ വിളിച്ചു വരുത്തി ഫൈസൽ അടക്കമുള്ളവർ അദ്ദേഹത്തിൻ്റെ 2 കാലും വെട്ടി, കുതികാലൊക്കെ വെട്ടിക്കളഞ്ഞു. എന്നാൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരാൾ പോയ ആൾ ഓടി രക്ഷപ്പെട്ടു. അവിടുന്ന് പ്രശ്നം തീർക്കാമെന്നും പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് ചെയ്താ. ഇപ്പോൾ ടോമിനോട് പറയാ ഇത് ധൈര്യം കൊണ്ട് ഞങ്ങളുടെ വാടാന്ന് പറയുന്നത്. ടോം അദ്ദേഹം പൊതുപ്രവർത്തകനാണല്ലോ. ഒരു മുണ്ടുകൊടുത്ത് കോടതിയിൽ വരുന്ന വക്കീൽ അദ്ദേഹമാണ്. ഞാൻ അന്നത്തെ കാലത്ത് കാണുന്നത് എല്ലാ വക്കീലന്മാരും പേരിടും, ഇദ്ദേഹം മുണ്ടുകൊടുത്തേ വരുള്ളൂ. മനസ്സിലായില്ലേ? അദ്ദേഹത്തിനെ വിളിച്ചു വരുത്തിയിട്ട് വെട്ടിയതാ. അപ്പോൾ ഒരു ഭീകരതയായിരുന്നു അന്ന്. അപ്പോൾ നമ്മളായിട്ട് ജനങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ എന്നുള്ള നിലക്ക്. പിന്നെ തമ്മനത്ത് വന്ന ഒരാളെ വെട്ടി, തമ്മനത്ത് വന്നിട്ട് ഇവരുടെ ആളുകൾ ഇത് തല ഇങ്ങനെ പിളർന്നിട്ട് സംസാരിക്കില്ലെന്ന് പറഞ്ഞാൽ മരിച്ചു പോകുമെന്ന് പറഞ്ഞ്. പിന്നെ മെഡിക്കൽ ടെസ്റ്റിലെ ഡോക്ടർമാർ പറഞ്ഞ് സംസാരിക്കില്ലെന്ന് പറഞ്ഞു. പിന്നെ പതുക്കെ റിക്കവറി ആയി വന്നു അയാൾ. അങ്ങനെയൊക്കെ ഇവിടെ സംഭവം ഉണ്ടായി. അപ്പോൾ ജനങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു. താങ്കൾ എങ്ങനെ ഇതിലോട്ട് ഈ ക്രിമിനൽ ആക്ടിവിറ്റിയിലോട്ട് വന്ന എങ്ങനെയാണ്? ക്രിമിനൽ ആക്ടിവിറ്റിയിലൊന്നും നമ്മൾ മനഃപൂർവ്വം ഉണ്ടായതൊന്നുമല്ല. നമ്മളൊരു പ്രതിരോധ സംവിധാനത്തിലൂടെ വന്നതാണ്. ഏത് കാലഘട്ടത്തിൽ? അതൊരു 89, 90, 91, 92 അങ്ങനെ. അതെങ്ങനെ ഒരു രാഷ്ട്രീയ സംഘർഷങ്ങളുടെ ഭാഗമായിട്ടാണോ? രാഷ്ട്രീയ സംഘർഷമൊന്നുമില്ല. ഒരു കൂട്ടം ആളുകളുടെ ഇപ്പം എന്ത് ചെയ്താലും ഞാനിപ്പോൾ ഒരു CPMലോ കോൺഗ്രസ്സിലോ അല്ലെങ്കിൽ BJPയിലോ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ 4 പേരുണ്ടെങ്കിൽ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും. എന്ത് തോന്നിയാസോ എനിക്ക് കാണിക്കാം. അങ്ങനെ ഒരു കൂട്ടം ആളുകളുടെ ആക്രമണം തമ്മനത്ത് എനിക്കെതിരെ പല പ്രാവശ്യമായിട്ട് ഉണ്ടായിട്ടുണ്ട്. CPMലുള്ളവരുണ്ട്, അതിൽ കോൺഗ്രസ്സുകാരുണ്ട്, അങ്ങനെ എല്ലാ പാർട്ടിയിലുള്ളവരുണ്ട്. താങ്കൾ വളർത്തിയത് ഒരു UDFന്റെ സംവിധാനങ്ങളാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. UDFന്റെ സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് കോൺഗ്രസ്സുകാരായിട്ട് ചെറുപ്പം പോലെ എൻ്റെ കൂട്ടുകാരൊക്കെ കോൺഗ്രസ്സിൽ പ്രവർത്തിക്കുന്നവരുണ്ടായി. ഇപ്പോൾ കല്യാണത്തിന് എൻ്റെ എത്രയോ കൊല്ലം മുമ്പുള്ളവരാ PD മാർട്ടിൻ DC സെക്രട്ടറിയാണ്, ജോസഫ് ആൻ്റണി DCC സെക്രട്ടറിമാരിൽ ഒരാളാണ്. അങ്ങനെ എത്രയോ പേര് വന്ന് അന്നത്തെ ബന്ധമാണ്. 20 കൊല്ലമായിട്ട് ഞാൻ കാണാൻ ഒരു വർഗീസ് ഉണ്ട് കോലഞ്ചേരി, കോൺഗ്രസ്സിന് എപ്പോഴും DCCയിലുണ്ടാവും. അവൻ വരെ കല്യാണത്തിന് വന്നു. ഞങ്ങളൊക്കെ തമ്മിൽ സ്നേഹബന്ധം വരുന്നു. പിന്നെ ഈ അന്ന് CPMമാരായിട്ട് പല വിഷയങ്ങൾ പ്രാദേശികമായിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ആ സമയത്തൊക്കെ ഉണ്ടായപ്പോൾ ആ സമയത്ത് നമ്മളൊരു പ്രതിരോധം എന്നുള്ള നിലയ്ക്ക് നമ്മൾ കോൺഗ്രസിൻ്റെ കൂടെ നിന്നുണ്ട്, കോൺഗ്രസ് ആളുകളൊക്കെ നിന്നിട്ടുണ്ട്. പിന്നെ കൂടുതലും ഞാൻ ഈ MI ഷാനവാസ്കിയുടെ വാപ്പ ഉണ്ടായിരുന്നു, ഇബ്രാഹിംകുട്ടി വക്കീൽ. അദ്ദേഹം എൻ്റെ വക്കീലായിരുന്നു, MB ഇബ്രാഹിംകുട്ടി. മരിച്ചുപോയി അദ്ദേഹം MI ഷാനവാസിൻ്റെ വാപ്പായ. അപ്പോൾ അദ്ദേഹം അവിടെ ഒരു പള്ളി പണിയുന്ന സമയത്ത് എന്നെ അവിടെ കൊണ്ട് നിർത്തി. ഞാൻ ഈ പ്രശ്നക്കാരനായിട്ട് ഇങ്ങനെ നടക്കേണ്ട, അദ്ദേഹം കേസിനൊക്കെ വന്ന് ജാമ്യം എടുത്ത് തന്നിട്ട് എനിക്ക് ബെയിലൊന്നും തരാതെ തന്നെ അങ്ങനെ ഇട്ട സമയത്ത്
ഒന്നുമില്ല, വെറുതെ വെയിൽ തരില്ല. പോലീസ് റിപ്പോർട്ടിന്റെ പുറത്ത് എനിക്ക് ജാമ്യം തരില്ല. എനിക്കൊരു മർഡർ കേസും ഇല്ല, ഒന്നുമില്ല. അല്ലെ, ആരെങ്കിലും കൊന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഏതൊക്കെ ക്രിമിനൽ പ്രവർത്തനങ്ങളായിരുന്നു? ക്ലീനോത്സവം ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഇപ്പൊ ഈ കണ്ണൂരും അവിടെ ഇവിടെ തിരുവനന്തപുരത്ത് കണക്കണ പോലെ കൈവെട്ടി കാലുവെട്ടി അങ്ങനെയൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. സംഘർഷങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മളെപ്പോഴും പ്രതിരോധിക്കുമായിരുന്നു. ഭീകരത എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയായിരുന്നു. ആരെങ്കിലും നമ്മളോട് കൂടെ നടക്കുന്നതോ നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞങ്ങൾ ഇടപെട്ട് നമ്മളൊരു പ്രതിരോധം ഉണ്ടാവും. വലിയൊരു ഗ്യാങ് ഉണ്ടായിരുന്നു. ഗ്യാങ് ഉണ്ടാക്കിയത് അതിപ്പോ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഗ്യാങ് എല്ലാ ജംഗ്ഷനിലും ഉണ്ട്. ഇപ്പൊ ഇന്നത്തെ ADGP വിജയൻ സാർ എന്ന് ഇവിടെ CP ആയിട്ട് കമ്മീഷണറായിട്ട് ഇരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞ 37 ഗ്യാങ് നിനക്കെതിരാണ്. അത് ഈ വിഷയത്തിലാണ്, തമ്മലത്തെ ജനജാഗ്രതയുടെ വിഷയത്തിൽ. ഞാൻ ജനങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ. താങ്കൾ ഇതിലോട്ട് വരുന്ന സമയത്ത് ഈ ഗുണ്ടാ പ്രവർത്തനം അല്ലെങ്കിൽ കൊട്ടേഷൻ പ്രവർത്തനത്തിൽ വരുന്ന സമയത്ത് ഞാൻ കാശൊന്നും മേടിച്ച് ആരും ഉപദ്രവിച്ചു. കൊട്ടേഷൻ തന്നെ അങ്ങനെയാണ്, നമ്മൾ പൈസ മേടിച്ചിട്ട് ഉപദ്രവിക്കുക. അങ്ങനെ ഉപദ്രവിച്ചിട്ടില്ല. അങ്ങനെ ഉപദ്രവിക്കുന്ന അതിലും നല്ലത് കൂട്ടിക്കൊടുക്കണല്ലേ, അതിലും നല്ല പണിയാത്. നമ്മളൊക്കെ നിങ്ങള് അന്നത്തെ ഉദ്യോഗസ്ഥന്മാരോടൊക്കെ ചോദിച്ചറിയാം. നമ്മുടെ ഏരിയ എന്നൊക്കെ പറഞ്ഞ വല്ല ചീട്ടുകളിയാ, നല്ല ചീട്ടുകളി നടക്കുന്ന സ്ഥലത്തൊക്കെ പോയി നമ്മൾ നേടും. ഞങ്ങൾ പറയും ഇന്ന് ഞങ്ങൾ നേടിയെന്ന് പറയും. അതുകൊണ്ട് നമ്മള് ഗുണ്ടാക്കുടിപ്പകയുടെ ഭാഗമായിട്ട് ഗുണ്ടാക്കുടിപ്പക ഈ തമ്മനത്തൊന്നും ഉണ്ടായിരുന്ന വിഷയമാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനജാഗ്രതയുടെ കൂടെ ഇന്നപ്പോ ഇവര് ഒരു നല്ലൊരു ബെൽറ്റായിരുന്നു സുരേഷ്. അങ്ങനെ അവരുടെ വീട്ടിൽ സുരേഷ് പൈസലന്ന് ചെറുതാ, അവന് വരുമ്പരായികളെ കുറിച്ച് അറിയാൻ പാടില്ലാത്ത പ്രായം. അത് നാട്ടുകാരുടെ അടുത്ത് കൊണ്ടുപോയി മിസ്റ്റേക്ക്. എന്തൊരു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ വയലന്റ് ആക്കരുതല്ലോ. നമ്മൾ സമാധാനത്തിൽ ഇപ്പം നമ്മൾ ടോമാണി എൻ്റെ നാട്ടിലുള്ളതാണെങ്കിൽ അത് ടോമിൻ്റെ ഫാദറുണ്ട്, അങ്ങനെ സംസാരിച്ച് അവർ ചെറുപ്പത്തിലേ നമ്മൾ വയലന്റ് ആക്കി കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും അവർ പിന്നെ വയലന്റ് ആയിട്ട് വളരും. ഇന്നത്തെ കാലത്ത് പല ഈ ഗുണ്ടാ നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ കൊട്ടേഷൻ നേതാക്കന്മാരെ സംബന്ധിച്ചൊക്കെ നിരവധി കൊലക്കേസിലൊക്കെ പ്രതിയായിട്ടുണ്ടല്ലോ. താങ്കളുടെ ഭാഗത്ത് അങ്ങനത്തെ ഒരു കൊലക്കേസിൽ പോലും പ്രതി ചേർക്കപ്പെട്ടിട്ടില്ല ഒരിക്കലും? പ്രതിയാ ചേർക്കാൻ ഞാൻ കൊലപാതകം ചെയ്താലേ ചേർക്കാൻ പറ്റുള്ളൂ. അല്ല, പിന്നെ എന്നായി പറഞ്ഞത് 97 ഒരു ഗുരുവിനെ കണ്ടു, പിന്നെ ആത്മീയ ജീവിതത്തിലേക്ക് പയ്യ മാറാൻ തുടങ്ങി. അതിനിടയിൽ എപ്പോഴെങ്കിലും ഇപ്പൊ ഈ പറയുന്ന രീതിയിലുള്ള ആക്രമണം ഉണ്ടായപ്പോൾ തിരിച്ചടി വരുന്നു, അങ്ങനെയാണോ വീണ്ടും ഇടയ്ക്കൊക്കെ? പിന്നെ ഈ 2013 ഈ വിഷയം ഉണ്ടാവുന്നത്, ഈ ഇവിടെ പാർട്ടിക്കാരുടെ ആക്രമണം ഉണ്ടായത്. അതിന് ഇതിപ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഇവിടെ എൻ്റെ അനിയൻ്റെ സുഹൃത്തുക്കളൊക്കെ അവരുമായിട്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അവർക്ക് നിരന്തരം ബുദ്ധിമുട്ട്. അപ്പോൾ പാർട്ടി ഇനിയിപ്പോൾ ഈ പാർട്ടിയും ഇതൊക്കെ കൂടിയാണ് പിന്നെ എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു തീരുമാനം എടുത്തവർ. അങ്ങനെ ഉണ്ടായ വിഷയമാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ ഗുരുനാഥൻ്റെ നമ്മളിപ്പോൾ അന്ന് അത്രയും വലിയ ആക്രമണമൊന്നും എന്നോട് ചെയ്യേണ്ട കാര്യമില്ല. ഒരു കൈക്കടിക്കുന്നതും ഇരുമ്പൊടിക്കടിക്കുന്നതും രണ്ടും രണ്ടാണ്. ഇപ്പം തന്നെ കൊച്ചിൻ കോളേജിൽ ഉണ്ടായതുണ്ടല്ലേ, കുട്ടികളെയൊന്നും അങ്ങനെ തല്ലാനൊന്നും പാടില്ല. എൻ്റെ അടുത്ത് എത്രയോ ഞാനിങ്ങനെ വലിയ ഗുണ്ടാത്തലവനായിട്ടൊക്കെ ഇവിടെ നടക്കുന്ന സമയത്ത് എത്രയോ കോളേജിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഈ സങ്കടമൊക്കെ പറഞ്ഞ് കോളേജ് കണക്കാൻ പറ്റുന്നില്ല, റാഗിന്ന് തല്ലുന്ന് ഇടിക്കുന്നു. നമ്മളും കോളേജിൽ പോയി അവർക്കൊക്കെ വേണ്ടി സഹായിച്ചിട്ടുണ്ട്. അതെങ്ങനെ ഒരു പേടിപ്പിക്കലേ, അടിക്കാനിടിക്കാൻ ഒന്ന് റൗണ്ട് ചെയ്താൽ മതി. ചില കുട്ടികളെയൊക്കെ അഡ്മിഷൻ ഞാൻ കൊണ്ടാക്കിയിട്ടുണ്ട്, ലോ കോളേജിൽ വരെ ഞാൻ കൊണ്ടാക്കിയിട്ടുണ്ട്. അതിന് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ. ഇപ്പോൾ താങ്കൾ ഇതിൽ നിന്ന് തിരിച്ചു വന്ന പോലെ ഏതെങ്കിലും ചെറുപ്പക്കാരെയൊക്കെ ഈ ക്രിമിനൽ ആക്ടിവിറ്റിയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്? എനിക്ക് ബന്ധമുള്ള ഒരുപാട് പേരെ ഞാൻ എൻ്റെ ഗുരുവിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. കുറേ പേരൊക്കെ കണ്ടിന്യൂ ചെയ്ത് ഇപ്പോഴും പോകുന്നുണ്ട്. കുറേ പേരൊക്കെ തെറിച്ച് ഇതിൽ കുറേ സഹനമൊക്കെ ഉണ്ട്. ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല നമ്മുടെ കയ്യിൽ. മനസ്സിലായ, നല്ലതും ചീത്തയും തിരിച്ചറിയണം. എന്ത് പൈസയും മേടിച്ചെടുക്കാൻ പറ്റില്ല. ഇപ്പം ഇവിടെയൊക്കെ എന്തോരം പ്രോപ്പർട്ടി ഇവിടെയൊക്കെ നികത്തുന്നുണ്ട്. ഇപ്പം കുറവാ. ഇപ്പം ഗവൺമെൻറ് പൈസ അടച്ചു കഴിഞ്ഞാൽ നികത്തി കൊടുക്കുക. നേരത്തെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കാര്യപ്പെട്ടവരെ ചെയ്തു കൊടുക്കണത്. വെറുതെ ചെല്ലണ്ട, വെറുതെ വിളിച്ചാൽ മതി, അപ്പം കൊണ്ടുവന്ന് തരും. അത് നമുക്ക് നല്ലതാവോ? ആവൂല. പൈസ നല്ലതാവൂല. അങ്ങനെ എന്തും കിട്ടൂടാ. അങ്ങനെയാണ് എനിക്കിപ്പോൾ സ്വന്തമായിട്ട് വീടൊന്നുമില്ല. എൻ്റെ തറവാട്ടിലാണ് കഴിയുന്നത്. ഒരു 3 സെന്റ് ഭൂമി പോലും എനിക്കില്ല. അങ്ങനെ എനിക്ക് സമ്പത്ത് ഉണ്ടാക്കാമായിരുന്നു. ഇന്നിപ്പോൾ ഏഷ്യാറ്റിട്ടാണ് ന്യൂസിൽ ഇപ്പോൾ പല ആളുകളും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അയാൾ കുറേ പൈസ ഉണ്ടാക്കി, അയാളുടെ മോളുടെ കല്യാണം നടത്തി, ആരാൻ്റെ കാശ് കൊണ്ടൊക്കെ അയാൾ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് അങ്ങനെയായെന്നൊക്കെ പറഞ്ഞു. അല്ല, അങ്ങനെ പറയുന്നുണ്ട്. താങ്കൾ ധരിച്ചിരുന്ന കോട്ട് അത് 50,000 രൂപ വിലയുള്ള കോട്ടാണെന്നൊക്കെ പറഞ്ഞു. 10,000, 12,000 രൂപ, 13,000 രൂപ എനിക്ക് ഫ്രീ ആയിട്ട് അടിച്ചു തരും എൻ്റെ കൂട്ടുകാർക്ക് തയ്യക്കടയുണ്ട്.
ഇവിടെ ഏറ്റവും വലിയ ഡിസൈനർ കിം ഇന്ത്യയുടെ അസൻ. അയാൾക്ക് യൂറോപ്പിൽ വരെ ഉണ്ട് കസ്റ്റമർ. അയാൾ എനിക്ക് ഫ്രീ ആയിട്ട് ചോദിച്ചു. ഇതിപ്പോ മറ്റേ ലൂയിസ് ഫിലിപ്പിന്റെ ഒരു നിങ്ങൾ പോയി നോക്കിയോ, അതുപോലെയാവും. ഒരു 15,000 രൂപ കൂടുതൽ മുകളിൽ വരില്ല. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇവിടെ 50 ലക്ഷം രൂപയുടെ കൂട്ടില്ലേ? ഇല്ലേ? അത് ഇടുന്നവരില്ലേ? എന്നിട്ട് ഈ ചൊറിച്ചിലാവുന്ന ആളുകൾക്കില്ലല്ലോ. ഇവിടെ ആരുടെ കല്യാണത്തിന് വരുന്നു? 5,000 പേരുടെ കല്യാണം നടത്താൻ അതൊക്കെയാണല്ലോ സമൂഹം. 5,000 ഒന്നുമല്ല, ഞാൻ പറഞ്ഞുതരാം. ഒരു 10,000-7,000 പേര് കൂടിയുണ്ട്. അതൊന്നും ഭക്ഷണത്തിന് ഉണ്ടാക്കിയിട്ടുണ്ട്, നമുക്കറിയാലോ. അത് അതിനകത്ത് ഇപ്പോഴത്തെ പണ്ടത്തെയൊക്കെ ഗുണ്ടകളൊക്കെ വന്നിട്ടുണ്ട്. ക്രിമിനൽ പണ്ടത്തെ എന്റെ കൂട്ടുകാരെയൊക്കെ അവരൊക്കെ നല്ല രീതിയിൽ ജീവിക്കുന്നവര് അവരെയൊക്കെ ബന്ധപ്പെടുന്നുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ നിലപാടുകൾക്കൊന്നും മാറ്റൂല. ഞാൻ എന്റെ കൂട്ടുകാരോട് ചോദിച്ചറിയാം, ഞാൻ എന്റെ നിലപാട് പറയും. ഇനിയിപ്പോ ഇവിടെ ഇപ്പൊ ഈ അനീഷിനോട് ചോദിച്ചാൽ തന്നെ അറിയാം. അനീഷും ബായൻസീർ എനിക്ക് വളരെ അഗെയിൻസ്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞ ഈ ജനജാഗ്രത ഉണ്ടായ സമയത്ത് ബായൻസീർ, വെട്ടൽ സുരേഷ്, പിന്നെ വനങ്ങാട് പ്രസാദ്, ബോൾഗാട്ടി കുട്ടൻ, പള്ളുരുത്തി പ്രിയൻ, ഇങ്ങനെ ഒരുപാട് ഗ്യാങ്ങുകൾ എനിക്കെതിരായ സമയത്ത് ഇവരൊക്കെ പിന്നീട് ഇവരൊക്കെ തമ്മിൽ അകന്ന സമയത്തൊക്കെ എന്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഇപ്പൊ ഇവരൊക്കെ അടുപ്പത്തിലാണ് പോണേ? അല്ല, ഞാൻ അടുപ്പത്തിലൊന്നുമല്ല. ഇവരൊക്കെ ചിലരൊക്കെ കല്യാണത്തിന് വന്നായിരുന്നു പറഞ്ഞു. അനീഷ് വന്നിട്ടുണ്ടായി. അനീഷിന് മയക്കുമരുന്ന് പരസ്യമായിട്ടൊരു കാര്യം പറഞ്ഞു. അതിന് നല്ലൊരു കാര്യം തന്നെ. അങ്ങനെ അവന് അത്ര ഉറപ്പോടെ പറയണമെങ്കിൽ അവൻ അതിലില്ലാതിരിക്കണം. പിന്നെ അവന്റെ കൂടെ നടന്ന ആളുകളൊക്കെ മയക്കുമരുന്ന്. ഞാൻ അവനോടും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ആക്ടിവിറ്റിയൊക്കെ നല്ല രീതിയിൽ ജീവിച്ചോ, ഒരു കുഴപ്പമില്ല. അവനും അങ്ങനെ ഗുണ്ടാണോന്നും പറഞ്ഞ് നടന്ന ആളൊന്നുമല്ല. എനിക്കറിയാം ചെറുപ്പം പോലെ. സുഹൃത്തുക്കളുടെ ബന്ധം, സുഹൃത്ത് ബന്ധം. ഇപ്പൊ ടോമിനൊരു വിഷയം ഉണ്ടാകുമ്പോൾ എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്താണ്. ഞാൻ വരും, ഞാൻ ചിലപ്പോൾ പിന്നെ ഞാൻ ആളെ കൂട്ടും, എനിക്ക് എൻ്റെ കൂട്ടുകാരെ കൂട്ടും. അങ്ങനെയൊക്കെ തന്നെ അനീഷായത്. ഇവിടെ എല്ലാവരും ഒക്കെ അങ്ങനെ തന്നെയാണ്. പിന്നെ ചിലർ ഈ മദ്യവും മയക്കുമരുന്നൊക്കെ അടിക്കുന്നവർക്ക് പിന്നെ വലിയ രാജാവാണം, വലിയ മുതലാളി, അതിപ്പോ അതിന്റെ പുറത്ത് പറയുന്നതാണ്. അതിറങ്ങുമ്പോ പിന്നെ അതൊക്കെ മാറും. നേരം വിളിക്കുമ്പോ അതൊക്കെ മാറും. ഇതിൽ വലിയൊരു ആരാധകരുണ്ടാവും അല്ലെ? ആരാധകർ. അപ്പൊ അതിലങ്ങോട്ട് പോകും. ഇപ്പോഴും ഉണ്ട്. തമ്മന ഷാജിക്ക് ഇപ്പോഴും ആരാധകരുണ്ട്. ഞാൻ പറഞ്ഞാൽ ഞാനിപ്പോ മൈക്ക് കെട്ടിയ ആള് കൂടുമല്ലോ, മൈക്ക് സാങ്ഷൻ എടുത്ത് പറഞ്ഞ ആള് കൂടുമല്ലോ, കൂടും. ഇപ്പോഴും ആളുകൾ കണ്ടു കഴിഞ്ഞാൽ സെൽഫി എടുക്കുക, അങ്ങനെയൊക്കെ കണ്ടു. 2000 RJD ഉണ്ടാക്കിയ സമയത്ത് ഞാനിവിടെ എവിടെയൊക്കെ പ്രസംഗിച്ച്. ഞാൻ പറയാം, തമ്മനം ജംഗ്ഷൻ, പാലാരിവട്ടം, പള്ളുരുത്തി വേളി, വൈപ്പിൻ, പിന്നെ ഇവിടെയൊക്കെ ഞാൻ പ്രസംഗിച്ച. 2000 RJD സംസ്ഥാന വൈസ് പ്രസിഡന്റ്. അപ്പൊ ആ സമയത്ത് ഈ ടൗൺ ഹാളിൽ പ്രസംഗിച്ചു. അങ്ങനെ രാഷ്ട്രീയ മോഹത്തിന് കാരണം എന്താ? രാഷ്ട്രീയ മോഹം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നന്മ സമൂഹത്തിന് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു രാഷ്ട്രീയ പൊളിറ്റിക്സ് വേണം. നമുക്കൊരു സമൂഹത്തിലേക്ക് ഇറങ്ങണേ. അല്ലെങ്കിൽ നമ്മളെയൊക്കെ ഇണ്ട അവനവന്റെ താല്പര്യത്തിന് വേണ്ടി നടക്കണേന്, അവന് കാശുണ്ടാക്കാനേ. എനിക്ക് കാശുണ്ടാക്കാൻ ഇവർ അന്വേഷിച്ചോട്ടെ, പോലീസ് അന്വേഷിക്കട്ടെ. 3 സെന്റ് സ്ഥലം പോലും എനിക്കില്ല. എനിക്കുണ്ടാക്കണേ 2000-ന് മുമ്പ് ആവും. ഞാനിവിടെ ഏറ്റവും വലിയ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു എനിക്ക്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. പിന്നെ ഗുരുവിൻ്റെ അടുത്ത് എത്തിയ ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം അസത്യവും ഉണ്ട്, നല്ലത് ചീത്തയിലേക്ക് പോയാൽ അവിടെ നിന്ന് ഔട്ടാണ്, ഗെറ്റ് ലോസ്. 1-2 പ്രാവശ്യമൊക്കെ നമ്മളെ വാണിംഗ് ചെയ്യും, പിന്നെ പറയും. ഗുരു എന്ന് പറഞ്ഞാൽ മറിഞ്ഞും വരും തെളിഞ്ഞും വരും. ആത്മീയ ഗുരുനാഥന്മാർ ഇപ്പോൾ മുഖ്യമന്ത്രിയായിട്ട് ബന്ധമുണ്ട്, പ്രധാനമന്ത്രിയായിട്ട് ബന്ധമുണ്ട്, അമേരിക്കൻ പ്രസിഡന്റായിട്ട് ബന്ധമല്ല. അവർ രക്ഷിതാവായിട്ട് ബന്ധമുള്ള ആളുകളാണ്. അവരുടെ പ്രപഞ്ച രക്ഷിതാവായിട്ട് എല്ലാരും ഇപ്പൊ എല്ലാരും പരിപാലിക്കുന്ന ആരാ? ദൈവമല്ലേ? അല്ലേ? ഇപ്പൊ ടോമിന്റെ ഭാഷയിൽ പറഞ്ഞ കർത്താവല്ലേ? എല്ലാരും പിതാവല്ലേ കർത്താവ്? ആ കർത്താവായിട്ട് നമുക്ക് ബന്ധമില്ലെങ്കിലും ബന്ധമുള്ളവരായിട്ട് ബന്ധം ഉണ്ടായാലും എങ്ങനെ? ഉദാഹരണത്തിന് ടോമിനിപ്പോ നമ്മുടെ ചീഫ് മിനിസ്റ്ററായിട്ട് ബന്ധമുണ്ട്. ഞാൻ പറയാം, നിങ്ങള് എന്റെ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ ചെയ്തു തരൂല്ലേ? അത്ര ക്ലോസ് ആണെങ്കിൽ അത്രയൊക്കെ തന്നെ അവർക്കുള്ള കാര്യം. പിന്നെ അവരെന്ന് പറഞ്ഞ വിശ്വാസപരമായ കാര്യങ്ങൾ പ്രാക്ടിക്കലാക്കൽ എങ്ങനെ സമർപ്പണമായിരിക്കും, അതൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ഞാൻ ടോമിന് എന്തെങ്കിലും ഒരു സഹായം ചെയ്ത്, ഇദ്ദേഹത്തിന്റെ പേരെന്താ, ക്യാമറമാന്റെ ശ്യാംലാലിനോട് പറഞ്ഞ ടോമിന്റെ അടുത്ത് വന്നിട്ടാ, ഒന്നുമില്ലാതെ ഇപ്പൊ എന്റെ അടുത്ത് വന്ന് ഞാൻ സഹായിച്ചു. അപ്പൊ ദൈവത്തിനായോ? അങ്ങനെയുള്ള ചിന്തകൾ, ഉള്ളിലെ ദുസ്വഭാവങ്ങൾ, അസൂയ, പരദൂഷണം, നിങ്ങളെ കുറ്റം പറയല്, നിങ്ങൾ എന്തെങ്കിലും, എനിക്കിപ്പോ ഞാനും ടോമും കൂട്ടുകാരാ, നിങ്ങൾക്ക് എന്തെങ്കിലും ദൈവം തന്ന് നിങ്ങൾ നല്ല ജോലി കിട്ടി, ഓൻ രക്ഷപ്പെട്ടു. നമ്മളിപ്പോഴും ദൈവത്തിനോട് പരിതപിക്കും. എന്നോട് ചോദിച്ചിട്ടല്ലോ നിങ്ങൾക്ക്. ഓരോരുത്തർക്ക് ഓരോരുത്തരുടേതായ വഴിയുണ്ട്. ഇപ്പോഴത്തെ ഗുണ്ടകളോടൊക്കെ എന്താ പറയാനുള്ളത്? ഗുണ്ടകളോടൊക്കെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പബ്ലിക് ഇപ്പൊ മൊത്തത്തിൽ മോശമാണല്ലോ, ജനങ്ങളാകെ പരിഭ്രാന്തിയിലാണ്. താങ്കൾ പറഞ്ഞ അന്നത്തെ കാലത്തൊരു 37 സംഘങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ എത്ര സംഘം കാണുമായിരിക്കും കൊച്ചിയിലെ? അങ്ങനെ അധികമൊന്നുമില്ല. എന്നാലും ഇങ്ങനെ കണക്ട് ചെയ്ത് എല്ലാവരും
കണക്ട് ചെയ്യും. പണ്ടത്തെ പോലെ നിലപാടിലൊന്നും ഉറച്ചു വെക്കൂല ആളുകൾ. ഡ്രഗ് ആയിരിക്കും കൂടുതലും. ഡ്രഗാണ് വിഷയം. ഡ്രഗാകുമ്പോ പിന്നെ വീട്ടിൽ ഇപ്പൊ എത്രയോ മാതാപിതാക്കളെ മരിച്ച് അച്ഛനെ കൊന്നവരുണ്ട്, അമ്മേനെ കൊന്നവരുണ്ട്, സഹോദരന്മാരെ കൊന്നവരുണ്ട്. എനിക്കൊരുപാട് അനുഭവമുണ്ട് അങ്ങനെയൊക്കെ. ഈ ഡ്രഗ് കൊണ്ട് എനിക്ക് സ്വന്തം അനുഭവം ഉണ്ടായിട്ടുണ്ട് പലതും. എൻ്റെ സുഹൃത്തുക്കളിൽ നിന്നുണ്ടായിട്ടുണ്ട്. ഏറ്റവും മോശമായി പോയി, മനസ്സിലായി. ഇതിൻ്റെ ബിസിനസ്സിലേക്കൊക്കെ പോയി ആകെ ചീത്തയായി പോയി. അങ്ങനെ ഇപ്പോൾ ഗുണ്ടകളെ പറ്റി പറയണമെങ്കിൽ നമ്മളെന്ത് ഉപദേശിക്കാനാ? നമ്മൾ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ പറയും ഇയാൾ വലിയ നന്നായെന്ന് പറയും. എനിക്കിവിടെ ആരും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് എൻ്റെ ജീവിതം വളരെ വിശാലമാണ്. ഇപ്പോഴും രാഷ്ട്രീയ നേതാക്കളായിട്ട് ബന്ധമുണ്ടോ? രാഷ്ട്രീയ നേതാക്കളോടൊക്കെ ബന്ധമുണ്ട്, നല്ലവരോടൊക്കെ ഞാൻ ബന്ധപ്പെട്ടു. ഈ മകളുടെ കല്യാണത്തിന് കോൺഗ്രസ് എൻ്റെ MLA വന്നു, അതിൻ്റെ MLA അല്ലേ ഉമാ തോമസ്. പിന്നെ TJ വിനോദ് എൻ്റെ നെയ്ബറാ. അദ്ദേഹം എനിക്ക് എന്നെ ചെറുപ്പം മുതലേ അറിയും. അദ്ദേഹത്തിൻ്റെ വൈഫ് എന്നെ എപ്പോൾ കണ്ടാലും സംസാരിച്ചിട്ട് പോകുള്ളൂ ചേച്ചി. പിന്നെ ഈടഞ്ചിയുടെ മാതിരി ഈടഞ്ചിയായിട്ട് എനിക്ക് ഒന്നും ഉണ്ടായത്. അല്ല, ഈ ജോർജിയുടനാണോ താങ്കൾക്കൊരു രാഷ്ട്രീയ അഭയം? അങ്ങനെയല്ല. ഈ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്ത് അദ്ദേഹത്തിന് ഇന്ന ആളൊന്നുമില്ല. ആര് വന്നെന്ത് സങ്കടം പറഞ്ഞാൽ അദ്ദേഹം സഹായിക്കും. ഒരു MLA ആയിരുന്ന ആള് അദ്ദേഹം അങ്ങനെ ജോർജിയെ സഹായിച്ചിട്ടുണ്ട്. ഉണ്ട്. ഇത് കേസുകളിൽ നിന്നല്ല. നമ്മളിപ്പോൾ പോലീസ് സ്റ്റേഷനിലൊക്കെ ചെല്ലുമ്പോൾ അന്നത്തെ ഉപദ്രവം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഉപദ്രവമൊന്നുമില്ല. അന്ന് ഡ്രസ്സൊന്നും തരില്ല, ഇന്നറിൽ നിർത്തും. ഇന്നറിലേക്ക് പേപ്പർ കൊടുത്തോളണം, ന്യൂസ് പേപ്പർ എടുത്തു തരും. അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചില ആളുകളാണ്. ഇന്നത്തെ പോലെയല്ല. ഇന്നിപ്പോൾ ഒരു സംവിധാനം കറക്റ്റാണ്. ഇന്നിപ്പോൾ CP അറിയാതെ ഒന്നും നടക്കൂല, അല്ലെങ്കിൽ DCP അറിയാതെ ഒന്നും നടക്കൂല. അദ്ദേഹം അവരുടെ നിർദ്ദേശത്തിലല്ലാതെ ചെയ്യാനില്ല. അന്ന് അങ്ങനെയല്ല, വാളെടുത്തവരൊക്കെ വിളിച്ചപ്പാടാ. ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ രാഷ്ട്രീയക്കാരും ഉണ്ടാവും. ഇന്നിപ്പോൾ പഴയ പോലെ രാഷ്ട്രീയക്കാർക്ക് പോലീസ് സ്റ്റേഷനിൽ ഇന്ന് വിളിക്കാനൊന്നും പറ്റുന്നില്ല. അന്ന് സഹായിച്ചിട്ടുണ്ടല്ലേ? അന്ന് സഹായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ ഉപദ്രവിക്കാതിരിക്കാനൊക്കെ. ചെറിയ കേസൊക്കെ ആണെങ്കിൽ വല്ല സ്റ്റേഷൻ ജാമ്യം കൊടുത്തുവിടാൻ പറയും. ലോക്കപ്പിലിട്ടാളുടെ എന്താ പരിപാടി എന്നറിയോ? ഉറങ്ങാൻ സമ്മതിക്കൂല. ജോർജിയുടെ വേണ്ടിയൊക്കെ അങ്ങനെ തല്ലാൻ പോവായിരുന്നു. അങ്ങനെ കോൺഗ്രസിന് വേണ്ടി കോൺഗ്രസ്സുകാരെ നിങ്ങൾക്ക് അറിയില്ലേ? അവര് പുറകോട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. അവർ വല്ല യാത്തിച്ചാർജ് ഉണ്ടാകുമ്പോൾ വല്ല കല്ലെറിയും അത്രയൊക്കെ ഉള്ളു. നമ്മളങ്ങനെ ഇപ്പൊ അല്ലാതെ വല്ല KSUക്കാരെയൊക്കെ കുട്ടികളെയൊക്കെ മർദ്ദിക്കുമ്പോൾ അവർ കുറച്ച് 2 ദിവസം ഉണ്ടാവും ആവേശം. ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ. അല്ലാതെ അവരൊരു മർഡറിനോ അങ്ങനെ അല്ലെങ്കിൽ ആരെങ്കിലും ഉപദ്രവിക്കാനോ എൻ്റെ അനുഭവത്തിൽ അവരങ്ങനെ നിർദ്ദേശം തന്നതോ നമ്മൾ സഹായിക്കുക അങ്ങനെയൊന്നും ഉണ്ടായില്ല. പിന്നെ ഞാൻ വന്ന് KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് അന്ന് എൻ്റെ KC രമേശ് എൻ്റെ കൂട്ടുകാരനായിരുന്നു. മരിച്ചുപോയി, കിഡ്നി സംബന്ധമായ അസുഖം വന്നിട്ട്. ആലുവക്കാരൻ പറൂക്കാവിലെ വീട്. ആ ബാച്ചാണ് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് TJ വിനോദ്. അവരൊക്കെ ഒരു ബാച്ച്. ജോസഫ് ആൻ്റണി DCC മറ്റേ ഒരു സെക്രട്ടറിമാരിൽ. PD മാർട്ടിൻ അവരെ ജൂനിയറാണ്. അങ്ങനെ പിന്നെ ഹൈബിയൊക്കെ പിന്നെ ഉള്ള ആൾ അവരുടെ ജൂനിയറാണ്. ഷിയാസൊക്കെ മനസ്സിലായോ? ഇന്നത്തെ DCC പ്രസിഡന്റ്. അപ്പം അന്ന് കോൺഗ്രസ്സായിട്ട് ഇത്തിരി ബന്ധമൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്നല്ല. ഇപ്പോഴും ആ ബന്ധം തുടരുന്നുണ്ട്. ഇപ്പോഴും എന്നോട് സ്നേഹങ്ങളുള്ളവരൊക്കെ ഞാനാരും ഇവരുടെ അടുത്തൊന്നും പോയി ഒരു സഹായം MP ആണെങ്കിലും MLA ആണെങ്കിലും പിന്നെ അത്ര വല്ല ബുദ്ധിമുട്ടോ വല്ല ഹോസ്പിറ്റൽ കേസൊക്കെ ഉണ്ടെങ്കിൽ IBയുടെ ഓഫീസിൽ വിളിച്ചു പറയുമ്പോൾ ജോബി ഉണ്ട്, അവൻ IBനോട് പറയും. ഞാൻ നേരിട്ട് പോകില്ല. ഇപ്പം IBനെ തന്നെ ഞാൻ കുറേ കാലം എത്തി. ഇവിടെ പബ്ലിക് പരിപാടിയിലൊക്കെ കാണും. ഈ പള്ളിയിൽ ഇപ്പോൾ ആണ്ട് നടക്കുന്ന സമയത്തൊക്കെ MP എന്നുള്ള നിലക്ക് അദ്ദേഹം വരും, അല്ലെങ്കിൽ മരിച്ച വീടുകളിലോ വെച്ചൊക്കെ കാണും. അല്ലാതെ ഞാനിപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിനോ അങ്ങനെയൊന്നുമില്ല. അപ്പം അങ്ങനെ സന്തോഷത്തോടെ ജീവിക്കട്ടെ.